അനുസരിച്ച് അൺകണ്ടീഷണൽ ആയിട്ട് തന്നെ കംപ്ലീറ്റ് പാസ്റ്റർ അത് വിട്ടിട്ട് അങ്ങനെ ഗാവിലെ മിനിസ്ട്രി ചർച്ച് മിനിസ്ട്രി ആയിട്ട് ഷിഫ്റ്റ് ആകുന്നു. ചർച്ച് മിനിസ്ട്രിയിൽ ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം പാസ്റ്ററായിട്ട് ഒരു മിനിസ്ട്രി ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഉണ്ടായിരുന്നു. ഒരു കമ്പനിയിൽ കയറി അവിടുത്തെ ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി ഒരു ചെറിയ ഒരു ജോബ് ഞാൻ ചെയ്തു. ഒരു ഓഡിറ്ററായിട്ടാണ് കയറിയത്. അപ്പോൾ മിനിസ്ട്രിയും ചെയ്യുന്നുണ്ട്, ഒരു പാർട്ട് ടൈം ഓഡിറ്ററായിട്ട് ഞാൻ കയറി. അപ്പോൾ സത്യസഭയ്ക്ക് എന്നും പീഡനങ്ങളുണ്ടാവും. റൈറ്റിംഗ്സ് ഉണ്ട്, ചർച്ച് ഫാദേഴ്സിന്റെ റൈറ്റിംഗ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. കൗൺസിൽസ് പഠിക്കണം, എല്ലാ കൗൺസിൽസും പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്കൊരു ബേസിക് ഫൗണ്ടേഷൻ കിട്ടും. ഞാൻ ഉദ്ദേശിച്ചത് ഇന്നത്തെ മിനിസ്ട്രി ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാര്യം ഫസ്റ്റ് സെഞ്ചുറി ചർച്ചുമായിട്ട് ഇവർക്കൊരു ബന്ധമില്ലാത്തതുകൊണ്ട്. എക്സൽ മീഡിയ ഫേസ് ടു ഫേസിന്റെ ഇന്നത്തെ അതിഥിയായി നമ്മോടൊപ്പം ഉള്ളത് ചർച്ച് ഓഫ് ഗോഡിന്റെ സീനിയർ ശുശ്രൂഷകനും അറ്റ്ലാന്റ കാൽവറി അസംബ്ലിയുടെ പാസ്റ്ററുമായിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തൻ ഡോക്ടർ ഷിബു തോമസ് അവർകളാണ്. കർത്താവിന്റെ ദാസൻ ക്രൈസ്തവ കൈരളിക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാളല്ല. വളരെ നന്നായി വളരെ സ്ഥലങ്ങളിൽ ഓടി സുവിശേഷം പറയുകയും അപ്പോൾ തന്നെ കൺവെൻഷൻ വേദികൾ കർത്താവിന്റെ വചനം കേരളത്തിൽ മാത്രമല്ല വടക്കേ ഇന്ത്യയിലുമൊക്കെ കൺവെൻഷൻ വേദികൾ സുവിശേഷം പറയുകയും ചെയ്യുന്ന ഒരു അനുഗ്രഹീതനായ കർത്താവിന്റെ ദാസനാണ്. എക്സൽ മിനിസ്ട്രിയുമായിട്ട് വളരെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ദൈവഭൃത്യൻ കൂടിയാണ്. പാസ്റ്റർ വളരെ സന്തോഷത്തോടുകൂടി ഈ ഒരു ചാറ്റ് ഷോയിലേക്ക് പാസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ കഴിഞ്ഞ 30 വർഷത്തെ മിനിസ്ട്രി, അതിന്റെ ആരംഭം, ദൈവവചന പഠനം, ഇപ്പോഴേ പാസ്റ്ററുടെ മിനിസ്ട്രിയെ പറ്റിയുള്ള ഒരു ആമുഖം പാസ്റ്റർ പറയാമോ? താങ്ക് യു. വളരെ സന്തോഷമുണ്ട് നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ. എക്സൽ മിനിസ്ട്രിയും എക്സൽ VBSഉം നിങ്ങൾ ചെയ്യുന്ന പല മിഷൻ പ്രവർത്തനങ്ങളും അതിൽ ഒരു ഭാഗമായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്ന ഒരു മാർത്തോമ കുടുംബത്തിലാണ്. നോർത്ത് ഇന്ത്യയിൽ ജനിച്ച് വളർത്തുകയും ചെയ്യപ്പെട്ട ഞാൻ 1980 ഞങ്ങളുടെ പേരൻസ് വിശ്വാസി വരുന്നത്. അപ്പോഴും ഞാൻ വിശ്വാസി വന്നിട്ടില്ല. ഞാൻ വിശ്വാസി കടന്നു വരുന്നത് അതിനെയും കഴിഞ്ഞിട്ട് ചില വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ മാർത്തോമ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട എന്നെ അച്ചപ്പട്ടത്തിന് വേണ്ടി അവർ സമർപ്പിച്ചതാണ് ചെറിയ പ്രായത്തിൽ. അങ്ങനെ സീഹോർ ആശ്രമത്തിൽ കണ്ടിന്യൂസ് ആയി പോവുകയും എടുക്കുകയും ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് എന്നെ വിളിച്ചു വേർതിരിക്കുന്നത്, ഞാൻ വിശ്വാസത്തിൽ കടന്നു വരുന്നത്. അങ്ങനെ വിശ്വാസി കടന്നു വന്നതിന് ശേഷം എൻ്റെ പഠനത്തിന് ശേഷം സാഗർ യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷമാണ് സെമിനാരി കടന്നു പോകുന്നത്. അങ്ങനെ മിനിസ്ട്രിക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട എന്നെ കർത്താവ് മിനിസ്ട്രിക്ക് വേണ്ടി വിളിച്ചു എന്ന നല്ല ബോധ്യമുള്ളപ്പോഴാണ് FTS സെമിനാരി മണക്കാല പോയി പഠിക്കുകയും അതിനുശേഷം മടങ്ങി വന്നിട്ട് നോർത്ത് ഇന്ത്യയിൽ തന്നെ ഇൻഡോറിൻ്റെ അടുത്ത് ഖാത്തേഗാവ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു ചെറിയൊരു ഗാവാണ്. ആ ഗാവില് മിനിസ്ട്രി ആരംഭിക്കുന്നു. അവിടെ മിനിസ്ട്രി ആരംഭിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു, കാരണം അവിടെ ക്രിസ്ത്യാനികൾ ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ വില്ലേജ്, ഹിന്ദുക്കളെ മാത്രമേ ഉള്ളൂ. അവിടുത്തെ പഞ്ചായത്ത് ഓഫീസിൽ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ അവിടെ ആരും ഇല്ലെന്നാണ് പറഞ്ഞത്. എനിഹാവ് അവിടെ മിനിസ്ട്രി ആരംഭിച്ചു. സ്കൂളായിട്ടാണ് മിനിസ്ട്രി ആരംഭിച്ചത്, കാരണം ആ സ്ഥലത്ത് മിനിസ്ട്രി ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അവിടെ ചില വർഷങ്ങൾക്ക് മുമ്പ് 2 നൺസിനെ റേപ്പ് ചെയ്ത് കൊല്ലുകയും ചെയ്ത ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു മിനിസ്ട്രി ആരംഭിച്ചാൽ ക്രിസ്ത്യാനികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ജൈനിസം ഒത്തിരി ഉള്ള ഒരു സ്ഥലമാണ്, RSSന്റെ ഒരു മുഖ്യ കേന്ദ്രം കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവിടെ സ്കൂളായിട്ടാണ് ഞങ്ങൾ ആരംഭിക്കുന്ന മിനിസ്ട്രി. ആ സ്കൂൾ 7 വർഷം കൊണ്ട് ആ സ്കൂൾ ഡെവലപ്പ് ആകുകയും ആ സ്കൂളിൻ്റെ ഡെവലപ്മെൻറ്റിനോട് ചേർന്ന് തന്നെ മിഷൻ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 7 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് വ്യക്തമായി സംസാരിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ട് ആ സ്ഥലം വിടുവാൻ, ആ സ്ഥലത്തിന് മിനിസ്ട്രി വേറെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് ആ സ്ഥലം വിടുവാൻ വേണ്ടി ഞങ്ങളോട് ദൈവാത്മാവ് കേട്ടതനുസരിച്ച് അൺകണ്ടീഷണൽ ആയിട്ട് തന്നെ കംപ്ലീറ്റ് പാസ്റ്റർ അത് വിട്ടിട്ട് സീറോയിൽ തന്നെ ഒരു സുപ്രഭാതത്തിൽ ദൈവം പറഞ്ഞു ആ മിനിസ്ട്രി, ആ സ്കൂളിന്റെ താക്കോല് അവിടുത്തെ പ്രിൻസിപ്പലിന്റെ കയ്യിൽ കൊടുത്തിട്ട് വാഹനങ്ങൾ, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ് എല്ലാം ആ പ്രിൻസിപ്പലിന്റെ കയ്യിൽ കൊടുത്തിട്ട് അതിനുശേഷം മടങ്ങി പോയിട്ടില്ല.
അങ്ങനെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു. ഞങ്ങൾ 4 പേര്. അന്ന് കുഞ്ഞുങ്ങൾ വളരെ കുഞ്ഞുങ്ങൾ. മോള് grade 1 മോന് നഴ്സറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ആ സ്ഥലത്ത് എല്ലാം വിട്ടിട്ട് 8 പെട്ടിയുമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുക. അങ്ങനെയാ ബോംബെയിലേക്ക് വരുന്നത്. അന്ന് ഓവർസിയർ ആയിരിക്കുന്ന പാസ്റ്റർ എ മത്തായി ബോംബെയിലേക്ക് വിളിക്കുന്നു. വിക്രോളി ചർച്ച് ഓഫ് ഗോഡിലെ പാസ്റ്ററായിട്ട് എന്നെ അപ്പോയിന്റ് ചെയ്യുന്നു. അങ്ങനെ ബെൻസൺ മത്തായി പാസ്റ്ററിന്റെ ചാർജിന്റെ ശേഷം ഞാൻ ആ ചർച്ചിന്റെ ചാർജായി എടുത്തിട്ട് 5 വർഷങ്ങൾ അവിടെ നിൽക്കും. അങ്ങനെ ഗാവിലെ മിനിസ്ട്രി ചർച്ച് മിനിസ്ട്രി ആയിട്ട് ഷിഫ്റ്റ് ആകുന്നു. ചർച്ച് മിനിസ്ട്രിയിൽ ഒരു താല്പര്യമില്ലായിരുന്നു. കാരണം പാസ്റ്ററായിട്ട് ഒരു മിനിസ്ട്രി ചെയ്യാൻ പറ്റും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഒരു പയനിയർ ആയിട്ട് ഒരു മിഷണറി ആയിട്ടൊക്കെ മിനിസ്ട്രി ചെയ്യാൻ പറ്റും. പാസ്റ്ററൽ മിനിസ്ട്രിന് ഒരു കോളിംഗ് ഉണ്ടെന്ന് അന്ന് എനിക്ക് ബോധ്യമില്ലായിരുന്നു. പക്ഷേ മത്തായി പാസ്റ്ററും പാസ്റ്റർ ബെൻസൺ മത്തായിയുടെ ഒരു ഗൈഡൻസും അവരുടെ ലീഡർഷിപ്പും ഒരു ഇൻസ്പിറേഷനുമായിരുന്നു ഞാൻ ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കുക. കാരണം എനിക്ക് ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ. മലയാളം സംസാരിക്കാനോ മലയാളം വായിക്കാനോ എനിക്കറിയില്ല. സെമിനാരിൽ പോയി മഴക്കാല പഠിച്ചെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത്. അങ്ങനെ എഴുതാനും വായിക്കാൻ അറിയാത്ത എന്നെ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ദൈവം എന്നെ പാസ്റ്ററൽ മിനിസ്ട്രി ഉപയോഗിക്കും. പക്ഷെ ഞാൻ അന്ന് വരെ റെക്കഗ്നൈസ് ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ ഈ ചർച്ചിൽ കടന്നു വരികയും ആ ചർച്ച് വളരെ സപ്പോർട്ടീവായിരുന്നു. അവിടുത്തെ സീനിയേഴ്സ് വളരെ സപ്പോർട്ടീവായിരുന്നു. എൻ്റെ മലയാളത്തിലുള്ള പരിമിതികൾ അവർ മനസ്സിലാക്കി. പക്ഷേ അവർക്ക് നല്ലൊരു വിഷൻ ഉണ്ടായിരുന്നു വരുന്ന തലമുറയെക്കുറിച്ച്. അങ്ങനെ അവര് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഈ മിനിസ്ട്രി നിൽക്കണം എന്ന് ആഗ്രഹിച്ചിട്ട് എനിക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മിനിസ്ട്രി ചെയ്യാനുള്ള അവസരങ്ങൾ അവിടുത്തെ സീനിയേഴ്സായ അവിടുത്തെ വിശ്വാസങ്ങൾ എന്നെ സമ്മതിച്ചതും കൊണ്ടും ഞാൻ അവിടെ ട്രാൻസ്ലേഷൻ കൊണ്ടാണ് അവിടെ സർവൈവ് ചെയ്തത്. എനിക്ക് ഹിന്ദിയും ഞാൻ പ്രസംഗിക്കുകയും ഇംഗ്ലീഷിൽ പ്രസംഗിക്കുകയും ചെയ്തപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിലേക്ക് പറഞ്ഞ് അങ്ങനെ അവിടെ സർവൈവ് ചെയ്തത്. അങ്ങനെ 5 വർഷത്തെ ആ മിനിസ്ട്രിയാ എന്നെ പാസ്റ്ററൽ മിനിസ്ട്രിക്ക് വേണ്ടി തയ്യാറാക്കുന്നത്. അതിന് മുമ്പിൽ ഞാൻ പാസ്റ്ററൽ മിനിസ്ട്രി ചെയ്തിട്ടില്ല. ഞാൻ ഒരു പയനിയർ മിനിസ്ട്രിയാണ് ചെയ്തത്. അപ്പോൾ പാസ്റ്ററൽ മിനിസ്ട്രി വേണ്ടി തയ്യാറാക്കുന്നു. അങ്ങനെ എൻ്റെ വൈഫിനെ ഒരു പാസ്റ്ററൽ വൈഫിന് വേണ്ടി ദൈവം പ്രിപ്പയർ ചെയ്യുന്നു. അപ്പോൾ വിക്രോളി ചർച്ച് ഓഫ് ഗോഡ് എൻ്റെ ഒരു പ്രിപ്പറേറ്ററി ഗ്രൗണ്ട് ആയിരുന്നു. അവിടെ നിന്നായിരുന്നു ഒരു പാസ്റ്ററൽ മിനിസ്ട്രീൻ്റെ സ്കിൽസ് ഞാൻ പഠിക്കുന്നതും പാസ്റ്ററൽ കെയർ എന്താണെന്ന് പഠിക്കുന്നതും. ആ ചർച്ചിന് വലിയ റോളുണ്ട്. അങ്ങനെ ഒരു 5 വർഷത്തെ അവിടുത്തെ മിനിസ്ട്രിന് ശേഷം ഞാൻ ഖാത്തേഗാവിൽ നിന്ന് ഇങ്ങോട്ട് മാറാൻ നേരത്ത് ഏത് ദൈവാത്മാവ് ഏത് ശബ്ദത്തിൽ കൂടി എന്നോട് സംസാരിച്ചു അപ്രകാരം തന്നെ അടുത്തൊരു എക്സ്പീരിയൻസ് വരുന്നു. അമേരിക്കയിൽ നിന്നും കാൽവറി അസംബ്ലി എന്ന് പറഞ്ഞ ഒരു ചർച്ച അവർ ആരംഭിച്ചിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. 7 കുടുംബങ്ങൾ തുടങ്ങിയ ഒരു ചർച്ച. അത് ആ ചർച്ചിൽ നിന്ന് അവിടുന്ന് എനിക്കൊരു വിളി വരുന്നു, പാസ്റ്ററെ ഈ ചർച്ചിന്റെ ചാർജ് എടുക്കുമെന്ന്. ആ കാലഘട്ടത്തിൽ ഞാൻ മെഹനയും ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പലാണ്. ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ലീഡർഷിപ്പ് ഒരു സ്റ്റെപ്പിലേക്ക് ഞാൻ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. എഡ്യൂക്കേഷന്റെ ലീഡർഷിപ്പ് ഞാൻ എടുക്കുന്നു. അപ്പോൾ തന്നെ മുൻപോട്ടുള്ള ലീഡർഷിപ്പിനേക്കുള്ള സകല വഴികൾ എൻ്റെ മുമ്പിൽ തുറന്നു കിടക്കുന്ന ഒരു നിമിഷമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു അമേരിക്കൻ ചർച്ചിലിൻ്റെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ ഞാൻ അവരോട് സ്ട്രെയിറ്റ് നോ എന്ന് പറഞ്ഞ. കാരണം എനിക്ക് ഇവിടെ മുൻപോട്ട് പോകാൻ ഒരു മാനുഷിക നിലയിൽ കയറി പോകുവാനുള്ള സകല സാധ്യതകളുമുണ്ട്. ഞാൻ നോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ ആ സമയത്ത് അമേരിക്കയിൽ നമ്മുടെ ചർച്ച് ഓഫ് ഗോഡിൻ്റെ സെമിനാരിയിൽ ഡോക്ടറൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പോൾ എനിക്ക് ഈ സഭകളൊക്കെ നന്നായി അറിയാം. അപ്പോൾ ആരംഭിക്കുന്ന ഒരു സഭയും കൂടിയാ. ആ സഭയുടെ ആ സമയത്തെ സാഹചര്യം കൂടി ഞാൻ മനസ്സിലാക്കിയിട്ട് എനിക്ക് ഇന്ത്യയിൽ പടിപടിയായി മുൻപോട്ട് പോകുവാനും മിഷൻ പ്രവർത്തനങ്ങൾക്കും എനിക്ക് ഹിന്ദി നന്നായി അറിയാവുന്നതുകൊണ്ടും ഹിന്ദി നോർത്ത് ഇന്ത്യയിൽ വളരെ നല്ല മിനിസ്ട്രി ചെയ്യാൻ പറ്റുമെന്ന് ഒരേ സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാൻ നോ എന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ ചില സഹോദരന്മാർ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും എന്നെ വിളിക്കുകയും പാസ്റ്റർ ഇത് പ്രാർത്ഥിച്ചിട്ട് പാസ്റ്റർ ഇത് നോ പറയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ വീണ്ടും വിളിച്ചപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവാത്മാവ് പറഞ്ഞത്, എന്നോടും എൻ്റെ ഭാര്യയോടും ദൈവാത്മാവ് സംസാരിക്കുന്നു, ആര് വിളിക്കുന്നു അവരെ കുറിച്ച് ഒന്നും ചോദിക്കാതെ, എത്ര പേരുണ്ട്, എന്ത് തരും, എവിടെ താമസിക്കും, എന്തായിത്തീരും, ഇതൊന്നും ചോദ്യം ചെയ്യാതെ അവർ വിളിക്കുന്ന കാര്യത്തിൽ യേസ് പറയാൻ പറഞ്ഞു. കാരണം ഞാൻ നിന്നെ ആ സ്ഥലത്ത് കൊണ്ടുപോകുന്നത് ആ ഒരു 7 കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തിലെ പല ഭാഗത്തിൽ നിന്നും അനേകരെ കൂട്ടിക്കൊണ്ടുവരും, അനേക ഭാഷക്കാരെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ ഞാൻ ആ സ്ഥലത്ത് ഒരു ചർച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്
അനേകരെ പ്രിപ്പയർ ചെയ്യുവാനും അനേകരെ ലീഡർഷിപ്പിന് വേണ്ടി തയ്യാറാക്കുവാനും അനേക യുവ തലമുറയെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആ സ്ഥലത്ത് ഒരു ചർച്ച് ഞാൻ പ്രിപ്പയർ ചെയ്യും. നീ അവിടെ പോകണം. God always begins with the end in mind എന്ന് പറയുന്നത് പോലെ. Absolutely. ദൈവം ഒരു ലോങ് ഫ്യൂച്ചറിനെ ഫ്യൂച്ചറിന് വേണ്ടി ദൈവം കണ്ടുകൊണ്ടായിരുന്നു. പക്ഷെ അപ്പൊ അത് വിശ്വസിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്റെ ലീഡർഷിപ്പിന് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാര്യം അന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയും അത് അംഗീകരിക്കത്തില്ല. ആർക്കും മനസ്സിലായിട്ടില്ല. എന്നെ തെറ്റിദ്ധരിച്ച ലീഡർഷിപ്പ് ഉണ്ട്. അന്ന് എന്നെ തെറ്റിദ്ധരിച്ച ഒത്തിരി പേരുണ്ട്. അമേരിക്കയിൽ പോകാൻ വേണ്ടി പെട്ടെന്നൊരു വെളി കെട്ടി അങ്ങനെ പോകുക. പക്ഷേ എന്നെ സംബന്ധിച്ച് ദൈവം സംസാരിച്ചു. ഖാത്തേഗാവിൽ നിന്ന് ബോംബെയിൽ വിട്ട അതേ ശബ്ദമായി എന്നെ ഇവിടും പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ ഞാൻ അവരെ യെസ് എന്ന് പറയുകയും അവിടെ പോവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അവിടുത്തെ ജേർണി ഈസി അല്ലായിരുന്നു. ഈ ദൈവം പറഞ്ഞ ശബ്ദങ്ങളോ ദൈവം എന്നോട് മിനിസ്ട്രിയെ കുറിച്ച് കാഴ്ചപ്പാട് പറയുന്ന കാര്യങ്ങള് ഒന്നും ഞാൻ ചെന്നിട്ട് അവിടെ കണ്ടില്ല. എനിക്കൊരു ഡീപ് പ്രൊമോഷൻ പോലെ അവിടെ തോന്നിയത്. വിക്രോളി ദൈവസഭ നന്നായി വളർന്ന ഒരു ദൈവസഭ, ഒരു വളരെ ഞാൻ പറയുന്ന ഒരു നല്ല ഫാസ്റ്റ് ഗ്രോയിങ് ചർച്ചാണ്. സ്പെഷ്യലി യൂത്ത്സിനെ കൂടെ നിറഞ്ഞിരിക്കുന്ന ഒരു ചർച്ചാണ്. അപ്പം എന്നെ സംബന്ധിച്ച് ഇവിടെ പോയി ഞാൻ ഫസ്റ്റ് സർവീസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു ഡീപ് പ്രൊമോഷൻ പോലെ എനിക്കത് തോന്നിയത്. പിന്നെ എല്ലാ തലത്തിലും, അത് ഫൈനാൻസ് ആയിക്കോട്ടെ, നമ്മുടെ സെറ്റിൽമെന്റ് ആയിക്കോട്ടെ, എല്ലാ തലത്തിലും ഒരു വലിയ ചലഞ്ചിങ് സമയമായിരുന്നു. ആദ്യത്തെ ഒരു 3-4 വർഷം ഞങ്ങൾ കടന്നുപോയ സമയങ്ങൾ വളരെ ടഫായിരുന്നു. ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്തു. താമസത്തിൽ ഞങ്ങളുടെ സെറ്റിൽമെന്റ് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തു. കുഞ്ഞുങ്ങളുടെ സംബന്ധിച്ച് പാരന്റിങ് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തു. നമ്മൾ കാണുന്ന ഒന്നും കേട്ടതൊന്നും അല്ല സംഭവിക്കുന്നത്. ദൈവ ശബ്ദമാണ് നമ്മൾ കേട്ട് വന്ന എന്ന് പോലും സംശയിക്കുന്ന രീതിയിലായിരുന്നു അനുഭവങ്ങളായിരുന്നു അവിടുത്തെ. ഞങ്ങൾക്ക് സർവൈവ് ചെയ്യാന് പറ്റാത്ത സ്ഥിതിയായിരുന്നു. അത് ചർച്ച് തരാത്തത് കൊണ്ടൊന്നും അല്ല കേട്ടോ. ആ ചർച്ച് സ്മോൾ ചർച്ചാ, അവരെയും കൊണ്ട് പറ്റുന്ന പരിമിതിക്കപ്പുറം അവർ നമുക്ക് ചെയ്തേ. പക്ഷേ അമേരിക്കയിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യ കാലഘട്ടത്തിൽ ഇൻഷുറൻസ് ഇല്ല, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ അമേരിക്കയിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. ഫൈനാൻഷ്യൽ വളരെ കൺസ്ട്രെയിൻഡാണ്. അപ്പോൾ നമ്മളൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം അനുഭവിച്ചിട്ടാണ് വരുന്നത്. സ്പെഷ്യലി വിക്രോളി ദൈവസഭയിൽ അങ്ങനെ ഞങ്ങൾക്ക് ഫൈനാൻഷ്യലി അങ്ങനെ ബുദ്ധിമുട്ടും ഭാരങ്ങളൊന്നും ഇല്ലായിരുന്നു. അവർ വെൽ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ചർച്ചാണ്. അപ്പം അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നമ്മളെയും കൊണ്ടത് പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഒത്തിരി ഒരു സ്ട്രഗിൾ കൂടി കടന്നുപോയി. അതാരും കാണാത്ത ഒരു ഫേസാണ്. ഖാത്തേഗാവിലെ ഒരു 7 വർഷം കൊണ്ട് ആരും കാണാത്ത ഫേസ്. അതുപോലെ തന്നെ അടുത്ത ഒരു 4-5 വർഷം അമേരിക്കയിൽ ആരും കാണാത്ത ഒരു ഫേസിൽ കൂടി ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അന്ന് ഞങ്ങളെ ആരും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. ഒരു അൺസർട്ടനിറ്റി മുമ്പിലുണ്ട്. ഈ ചർച്ചിനെ ആരും അറിയത്തില്ല, ചർച്ചിന്റെ ആൾക്കാരെ ആരും അറിയത്തില്ല. ഇന്ന് എല്ലാവരും അതിനെ കുറിച്ച് സംസാരിക്കും. പക്ഷെ അന്ന് ആരും അറിയാത്ത ഒരു 4 വർഷം പ്രോസസ് വെരി ടഫ്, വെരി ടഫ്. ആരും അറിയാത്ത സ്റ്റോറീസ് ഉണ്ട് അതിനകത്ത്. ആക്ച്വലി പാസ്റ്റർ, പൊതുവേ പറയുന്നത് മിനിസ്ട്രിയില്, പ്രത്യേകിച്ച് മിനിസ്ട്രിയിലുള്ള എല്ലാവർക്കും ഈ ഒരു പ്രോസസ്സ് ഉണ്ട്. പക്ഷെ ചിലരത് റെക്കഗ്നൈസ് ചെയ്യാതെ ടഫ് ടൈംസിൽ അവര് ക്വിറ്റ് ഇല്ലേ? പലപ്പോഴും അങ്ങനെ ഒത്തിരി എക്സാമ്പിൾസും കേൾക്കുന്നുണ്ട്. പക്ഷെ ആ പ്രോസസ്സിനെ നമ്മൾ അംഗീകരിച്ചു പോവുകയാണെങ്കിൽ there will be a time. ഡെഫിനറ്റ്ലി ഉണ്ട്. പിന്നെ മിനിസ്ട്രിയിൽ അവിടെ അമേരിക്കയില് നമ്മുടെ ഇന്ത്യൻ കോൺസെപ്റ്റ് അല്ല, ഇച്ചോട് ഡിഫറെന്റ് കൾച്ചറാ. അവിടെ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. ഒത്തിരി ദിവസന്മാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടി അല്ല പോയത്, നമ്മൾ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടിയാണ് പോയത്. പക്ഷെ സാഹചര്യം അനുസരിച്ച് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, ഒരു 1.5 ഇയറിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു കമ്പനിയിൽ കയറി അവിടുത്തെ ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി ഒരു ചെറിയ ഒരു ജോബ് ഞാൻ ചെയ്തു. ഒരു ഓഡിറ്ററായിട്ടാണ് കയറിയത്. അപ്പോൾ മിനിസ്ട്രിയും ചെയ്തുകൊണ്ട് ഒരു പാർട്ട് ടൈം ഓഡിറ്ററായിട്ട് ഞാൻ കയറി. അപ്പോൾ 6 സ്റ്റേറ്റിന്റെ ഒരു ഓഡിറ്റിംഗ് കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. 6 സ്റ്റേറ്റിലുള്ള ഈ കമ്പനീന്റെ ഓഡിറ്റിംഗ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ആ പാർട്ട് ടൈം ജോബിൽ അപ്പം ഞാനൊരു എക്സ്പീരിയൻസ് പറയാം. ഈ 1 വർഷം ആ പാർട്ട് ടൈം ജോബിന്റെ എക്സ്പീരിയൻസും കൂടി ഉള്ളത് കൊണ്ട് എനിക്ക് മിനിസ്ട്രിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പാർട്ട് ടൈം ആയിരുന്നു, എൻ്റെ ടൈമിൽ പോകാം, എൻ്റെ ടൈമിൽ വരാമായിരുന്നു. അപ്പോൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി മിനിസ്ട്രി ബാധിക്കുന്നില്ല, ഒരു പാർട്ട് ടൈം ആയിട്ട്. അപ്പോൾ എനിക്ക് വീക്ക് ഡേയ്സ് എനിക്ക് പോകാമായിരുന്നു. പക്ഷേ ഒരു സമയത്ത് അവരെനിക്ക് 1 വർഷം കഴിഞ്ഞിട്ട് ഒരു അൾട്ടിമേറ്റം തന്നു. പക്ഷേ ആ മിനിസ്ട്രി കയറാനും ദൈവം തങ്ങി തന്ന ഒരു സാഹചര്യമാണ്. ഒരു ബ്രദർ, ഒരു ഹിന്ദു സഹോദരന, ആ സ്പ്രിന്റിൽ ജോലി ചെയ്യുന്ന ഒരു ഹിന്ദു സഹോദരൻ, മാനേജറായിട്ട് പുള്ളി
ദുബായിൽ നിന്ന് അറ്റ്ലാന്റ വന്നു. അദ്ദേഹത്തെ അറ്റ്ലാന്റയിൽ ഒന്നും അറിയത്തില്ല. ആ ഒരു ബ്രദറ് എന്നെ പരിചയപ്പെടുന്നു, തൻ്റെ ഭാര്യ മുഖാന്തരം പരിചയപ്പെട്ടു. ആ ഭാര്യ കാത്തലിക് സ്കൂളിലൊക്കെ പഠിച്ചത് കൊണ്ട് ചർച്ചിൽ പോകാൻ ആഗ്രഹിച്ചു, ഞങ്ങളെ ചർച്ചിൽ വരാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾ അവരെ പോയി മീറ്റ് ചെയ്തപ്പോൾ ആ ബ്രദർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ ഒരു ഓഫീസിൽ പാസ്റ്ററിന് ചർച്ചിൽ ആരെങ്കിലും ഉണ്ട്, ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അന്ന് ചർച്ചിൽ അക്കൗണ്ട്സ് ചെയ്യുന്ന ആരും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ആരും ഇല്ല. അദ്ദേഹം പറഞ്ഞു പാസ്റ്റർ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ പറ്റും. അങ്ങനെ എനിക്ക് ടാലിയും കുറച്ച് അക്കൗണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ അവരോട് ഹെൽപ്പ് ചെയ്യാൻ ഞാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് എനിക്ക് കുറച്ച് സാമ്പത്തികമായിട്ട് ഹെൽപ്പ് കിട്ടി. അവിടെ ചെന്നു സംസാരിച്ചു. ഈ സഹോദരൻ 3 monthsനുള്ളിൽ ഈ സഹോദരൻ സ്നാനപ്പെട്ടു, ഫാമിലിയായിട്ട് സ്നാനപ്പെട്ടു, ഞങ്ങളുടെ ചർച്ചിൽ ഒരു അംഗമായി മാറി. അങ്ങനെ ദൈവമായിട്ട് ഒരു വഴി ഒരുക്കിയതാണ്. ഇദ്ദേഹം വിളിക്കുകയും ഞാൻ പോവുകയും ആ സ്ഥലത്ത് ജോലിയും കിട്ടി. അങ്ങനെ 1 വർഷത്തിന് ശേഷം അദ്ദേഹം പോവുകയും ചെയ്തു. അദ്ദേഹം പിന്നെയും ദുബായിലേക്ക് മടങ്ങിപ്പോയി. ഞാൻ ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്തു. 1 വർഷത്തിന് ശേഷം ഇവരെന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഈ ജോലിൻ്റെ സിസ്റ്റം അനുസരിച്ച് ഇനിയും ഫുൾ ടൈം ആയിട്ട് വരണം. അപ്പൊ ഞാൻ പറഞ്ഞു ഓൾറെഡി ഫുൾ ടൈമാണ്, വേറെ ജോലി ഞാൻ ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞു ഞാൻ അന്ന് അവരെനിക്ക് തന്ന സാലറിന്റെ 3 times സാലറി അവരെനിക്ക് ഓഫർ ചെയ്തു. അപ്പോൾ തന്നെ ഓർക്കണം, ഞാൻ സെർവ് ചെയ്യുന്ന ചർച്ചിന്റെ സാലറി വളരെ കുറവാണ്. അവരെനിക്ക് പാർട്ട് ടൈം തരുന്ന സാലറി പോലും ഈ ചർച്ചിന്റെ സാലറി കാട്ടിലും കൂടുതലാണ്. വലിയ ടെംപ്റ്റേഷൻ ആയിരുന്നു. അപ്പോൾ എന്നോട് അവർ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ചൂസ് വൺ, either that or this. 1 സെക്കൻഡ് പോലും ഞാൻ എടുത്തിട്ടില്ല. 1 സെക്കൻഡ് പോലും എടുക്കാതെ ഞാൻ റെഫ്യൂസ് ചെയ്തു. ഞാൻ പറഞ്ഞു ഞാൻ എടുക്കാൻ പറ്റില്ല, ഞാൻ ഓൾറെഡി അത് എൻ്റെ മെയിനാണ്, അത് ഞാൻ വിട്ടൊന്നും ചെയ്തില്ല. അവരെനിക്ക് പറഞ്ഞു 1 ആഴ്ച സമയം എടുത്തോളാൻ പറഞ്ഞു. 1 ആഴ്ചയല്ല, ആ സെക്കൻഡിൽ തന്നെ വിത്തൗട്ട് എനി കൺഫ്യൂഷൻ ഞാൻ റിസൈൻ ചെയ്ത് അവിടുന്ന് മടങ്ങി വന്നു. ചിന്തിക്കണം, എൻ്റെ കംപ്ലീറ്റ് ഫൈനാൻസ് അവിടെ നിൽക്കുക, ഞാൻ തിരിച്ച് വീണ്ടും അതേ പഴയ ഫൈനാൻസിലേക്ക് വരുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വേറെ ഒരു മാർഗവും ഇല്ലാതെ ഞാൻ ഊബറിങ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് സീറോ വന്നിട്ടുണ്ട്. സർവൈവ് ചെയ്യാൻ വേണ്ടി, ബിൽ പേ ചെയ്യാൻ വേണ്ടി ഞാൻ ഊബറിങ് ചെയ്തിട്ടുണ്ട്. പകൽ മൊത്തം ചർച്ച് മിനിസ്ട്രി ചെയ്യും. ചർച്ച് മിനിസ്ട്രി ചെയ്തിട്ട് ആൾക്കാരുടെ ഭവനങ്ങളിൽ പോകും. ചർച്ചിൽ ഒരു കുഞ്ഞും അറിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞും അറിയാത്ത സമയത്ത് രാത്രിയാമങ്ങളിൽ രാത്രി 9:30, 10 തൊട്ട് വെളുപ്പിന് 4-5 മണി വരെ ഞാൻ ഊബറിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള പാസ്റ്ററുടെ എക്സ്പീരിയൻസും നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ തന്നെ എല്ലാവരും അല്ലെങ്കിലും ഒരു മിനിസ്ട്രിക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് എന്ത് തരും, അല്ലെങ്കിൽ എന്ത് സപ്പോർട്ട് കിട്ടും, എനിക്ക് AC റൂമുണ്ടോ, അക്കോമഡേഷൻ ഉണ്ടോ എന്നൊക്കെയുള്ള ഡിമാൻഡ്സിൽ പോകുന്ന എല്ലാവരും അല്ല. അതെ അതെ. അപ്പം ആ ഒരു ചേഞ്ച് തീർച്ചയായിട്ടും അങ്ങനൊരു ജനറേഷന് പാസ്റ്ററുടെ അനുഭവങ്ങൾ ഒരു ചലഞ്ച് തന്നെയാണ്. കാരണം ദൈവത്തിന്റെ വിശ്വസ്തത. ഡെഫിനറ്റ്ലി. ഞാൻ പറയുന്ന കാര്യം ഇതാ, ഈ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോഴും നല്ല കാര്യം. നീ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വേറെ ഒന്നും ചെയ്യത്തില്ലെന്നല്ല. ഞാൻ പറയുന്ന കാര്യം, ഇപ്പൊ നമ്മുടെ കുടുംബത്തിന് നമുക്ക് പോറ്റാൻ പറ്റാത്തൊരു സാഹചര്യം വരുവാണെങ്കിൽ എല്ലാ ദിവസവും 24 hours ആരും മിനിസ്ട്രി ചെയ്യുന്നില്ല. പലരും പകൽ സമയത്ത് ഒരു മിനിസ്ട്രിയും ചെയ്യാതെ, വിസിറ്റിംഗ് ചെയ്യാതെ, വിശ്വാസികളെ കാണാതെ വീട്ടിലിരുന്ന് TV കണ്ട് സമയം കളയുന്ന ടൈം വേസ്റ്റ്. പൊളിറ്റിക്സിനകത്ത് ഇന്റർഫിയർ ചെയ്തിട്ട് കഥകൾ കണ്ടിട്ട് ടൈം വേസ്റ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ മിനിസ്ട്രിയിൽ ഫുൾ ടൈം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ചെയ്തു. പക്ഷെ ഒരു ഇപ്പോഴത്തെ യുവതലമുറയിൽ ഞാൻ പറയുന്ന കാര്യം ഇതാ, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു എബിലിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം കൊണ്ട് നിങ്ങൾക്ക് ഫൈനാൻസ്, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ട്. ദൈവം അതിനെ കോപിക്കുന്നില്ല. നമ്മുടെ മിനിസ്ട്രിയെ മിനിസ്ട്രി ബാധിക്കില്ല. പക്ഷേ അപ്പോൾ തന്നെ ഗ്രീഡ് വരാൻ പാടില്ല. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ടെംപ്റ്റേഷൻ വരും, ഗ്രീഡ് വരും. അപ്പോൾ ചോയ്സ് മിനിസ്ട്രി ആയിരിക്കണം. മിനിസ്ട്രിയെ ബാധിക്കാത്ത നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും നിങ്ങൾ ചെയ്യണം. പ്രത്യേകമായി ഇന്നത്തെ ഇന്ത്യയിലെ സിറ്റുവേഷൻ അനുസരിച്ച് പലയിടങ്ങളിലും സപ്പോർട്ട് നിന്നുകൊണ്ട് പോവാം. അപ്പോൾ എന്നും കൊണ്ടാണ് നമ്മൾ ഈ വെളിയിലുള്ള സപ്പോർട്ടിനെ കാത്തിരിക്കുന്നത്. എന്നും കൊണ്ട് ഒരു മിഷൻ സപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് സ്കിൽസ് ഉണ്ടല്ലോ, നമുക്ക് ടാലൻസ് ഉണ്ടല്ലോ, എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. സോഴ്സുകളുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്, ചെയ്യാൻ പറ്റുന്ന. ഇനിയിപ്പം വേണ്ട, ചെറിയ ഒത്തിരി ഈ ഫ്രീലാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ ആ തലത്തിൽ ചെയ്ത് മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യുവാൻ സെൽഫ് സഫീഷ്യന്റ് ആകണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാനത് ഒത്തിരി കാലഘട്ടത്തിൽ ചെയ്യേണ്ടി വന്നില്ല. ആ സമയം കൊണ്ട് ചർച്ച് ഗ്രോ ആയി.
ചർച്ച് ഗ്രോ ആയപ്പോൾ ചർച്ച് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള സാഹചര്യം വന്നപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തപ്പോൾ ഞാൻ ബാക്കി കാര്യം നിർത്തി. ആ ഒരു ആദ്യത്തെ 1.5 വർഷം ജോലി ചെയ്തു. പിന്നെ ഏകദേശം ഒരു വർഷം ഞാൻ ഊബറിങ് ചെയ്തോളൂ. പിന്നെ ഞാൻ ചെയ്യേണ്ടി വന്നില്ല. ചർച്ച് സപ്പോർട്ടീവായി വന്നു, ചർച്ച് എന്നെ എടുക്കാൻ പറ്റി. അത് മാത്രമല്ല, എൻ്റെ മിനിസ്ട്രി എനിക്ക് സമയം ഇല്ലാതെ വന്നു. എനിക്ക് ഇപ്പോൾ ടൈം ഇല്ല, അതുപോലെ പകൽ ഫുൾ ബിസിയായി. എനിക്ക് സമയം ഇല്ലാതെ വന്നപ്പോൾ അടുത്ത മിനിസ്ട്രേഷൻ നമ്മൾ എടുക്കാൻ പറ്റി. അപ്പോൾ ഞാൻ പറയുന്നത്, ഇന്നത്തെ യുവതലമുറയിലുള്ള മിനിസ്റ്റേഴ്സ് അവരുടെ സ്കിൽസ് അവർ ഉപയോഗിക്കണം. അല്ല, നിങ്ങൾ ഫുൾ ടൈം ബിസിയാണോ? അപ്പോൾ ഞാൻ പറയും, ഫുൾ ടൈം ബിസി ആണെങ്കിൽ ദൈവം വഴികൾ തുറക്കും. നിശ്ചയമായി ദൈവം വഴികൾ തുറക്കും. ഫസ്റ്റ് ഒരു 16 വർഷം മുമ്പുള്ള ചർച്ചിന്റെ ഒരു 7 അംഗങ്ങൾ അല്ലെങ്കിൽ 7 കുടുംബങ്ങൾ മാത്രമുള്ള ചെറിയ ഒരു സ്റ്റാർട്ടിൽ നിന്ന് ഇന്നത്തെ ദൈവകൃപയാലുള്ള ഐ തിങ്ക് ഒരു മേ ബി മോർ ദാൻ 100 ഫാമിലീസ്, ഐ ഡോണ്ട് നോ എക്സാക്ട് ഫിഗർ, ഒരു അത്ര രീതിയിൽ വാസ്റ്റ്. വീണ്ടും അത് അടുത്തൊരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് പോകുമ്പോൾ ഓവർ ദി ഇയേഴ്സ് ആ ചർച്ചിന്റെ ഗ്രോത്ത് സംഭവിച്ച വഴികളെ ഒന്ന് ചുരുക്കി എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒരു കരിസ്മാറ്റിക് ഒരു മൂവ്മെന്റ് പോലെ സംഭവിച്ചോ? സോ എവിടെയായിരുന്നു ആ ഒരു ബ്രേക്ക് ത്രൂ സംഭവിച്ചതെന്ന് അന്ന് ചുരുക്കമായിട്ട് ആ ഒരു ഗ്രോത്തുമായി ബന്ധപ്പെട്ട ഞാൻ ചോദിക്കുന്നത്, എവിടെയായിരുന്നു അത്? സത്യം പറഞ്ഞാൽ ഇറ്റ് വാസ് എ ഗ്രാജുവൽ ഗ്രോത്ത് ആണോ? ഗ്രാജുവൽ ഗ്രോത്ത് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് ഇപ്പൊ ചോദിക്കാം, നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വല്ലതും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയതുപോലെ തന്നെ ഞങ്ങൾ പ്രവർത്തിച്ചു, ദൈവം വളർത്തി എന്ന് പറയാൻ പറ്റും. പക്ഷെ ചില മാനുഷിക നിലയിലുള്ള ചില കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന്, എന്നോട് ദൈവാത്മാ ഇടപെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആദ്യത്തെ ആ 3-4 വർഷവും ഞാൻ ഈ ഗ്രോത്ത് കാണാതിരുന്നു. ഗ്രോത്ത് ഒന്നും ഇല്ലായിരുന്നു. അന്ന് ഒരു കുടുംബം വരും, ഒരു കുടുംബം പോകും, ഒരു കുടുംബം വരും പോകും എന്ന് പറഞ്ഞാൽ അറ്റ്ലാന്റ തന്നെ അല്ല പോകുന്നവർ. അറ്റ്ലാന്റ പോകുന്ന ആരും പോയിട്ടില്ല ചർച്ചിൽ നിന്ന്. അങ്ങനെ അവിടുന്ന് വേറൊരു സ്ഥലത്ത് മൂവ് ചെയ്ത് പോകുന്നവരുണ്ട്. പക്ഷെ വരുന്ന ആൾക്കാരുടെ എണ്ണം ഒത്തിരി കുറവായിരുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ദൈവാത്മാ എന്നോട് ചോദിച്ച ഒരു കാലഘട്ടത്തിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അമേരിക്കയിൽ വേറെ മലയാളീസ് അല്ലാതെ അമേരിക്കൻസ് വന്ന സമയങ്ങളുണ്ട്. വാസ്തവമായിട്ട് എനിക്കും അവരെ കുറിച്ച് ഒരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണയുള്ളപ്പോൾ എൻ്റെ പ്രസംഗത്തിലും എൻ്റെ കാര്യത്തിലും എല്ലാം പല പ്രാവശ്യം ഒരു അക്സെപ്റ്റൻസ് കുറവ്, അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന നിലവാരം എൻ്റെ മിനിസ്ട്രി തന്നെ കുറവായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ദൈവാത്മാ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഡു യു റിയലി ലവ് ദം? അപ്പം ഞാൻ പറഞ്ഞു, ഐ ലവ് ദം. ഞാൻ സാധാരണ ഒരു പാസ്റ്റർ പറയുന്ന പോലെ തന്നെ ഐ ലവ് ദം. ദൈവാത്മാ എന്നോട് വീണ്ടും ചോദിച്ചു, ഡു യു റിയലി ലവ് ദം? അപ്പൊ ഞാൻ എന്നെ തന്നെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് അവരെ കുറിച്ചുള്ള ധാരണകൾ, ഒരു പ്രിജുഡിസ് എൻ്റെ മനസ്സകത്തുണ്ട്. വാസ്തവമായിട്ട് ഞാൻ മാനസാന്തരപ്പെടുകയായിരുന്നു. ഞാൻ റിപ്പന്റ് ചെയ്യുമായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് എന്നെ ക്ഷമിക്കണം. എൻ്റെ മനസ്സിനകത്ത് അതുകൊണ്ട് എന്തോ എൻ്റെ പ്രസംഗത്തിൽ അത് കാണാൻ പറ്റുമായിരുന്നു. എൻ്റെ പ്രസംഗത്തിൽ, എൻ്റെ അഡ്രസ്സിങ്ങിൽ അവരെല്ലാം, നമ്മുടെ ഒരു സംസ്കാരമുണ്ട്. നമ്മുടെ സംസ്കാരം അംഗീകരിക്കാത്ത എല്ലാവരും പാപികളാണ്. ഒരു എക്സ്ക്ലൂസീവ് ആൻഡ് ഇൻക്ലൂസീവ് എന്ന് പറയുന്ന പോലെ ആ ഒരു വ്യത്യാസം. അപ്പൊ നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ വിയർ ചെയ്യുന്ന പോലെ, നമ്മൾ ധരിക്കുന്നത് പോലെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെ, നമ്മൾ സംസാരിക്കുന്ന ഫോർമാലിറ്റി ഉണ്ട്, നമ്മൾ കഴിക്കുന്നതും കുടിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതുകൂടാതെ ആരെങ്കിലും വ്യത്യസ്തമായി ഉണ്ടെങ്കിൽ അവരെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് എൻ്റെ ഹൃദയത്തിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതൊരു റിപ്പൻറ്റൻസിലേക്ക് ദൈവനെ നയിച്ചു. ഞാൻ ക്ഷമ ചോദിച്ച ദൈവത്തോട് റിപ്പൻറ്റ് ചെയ്ത് ആ റിപ്പൻറ്റൻസിന് ശേഷമാണ് ഞാൻ കണ്ടത് ആൾക്കാരെ ദൈവം വിടാൻ തുടങ്ങി. ഒരു കാര്യം ഞാൻ അതിനകത്ത് പറയാൻ പറ്റുന്നത്, നാം ജനത്തെ സ്നേഹിക്കുന്നുണ്ട്, ജനത്തെ നമ്മൾ അംഗീകരിക്കും എന്നുള്ള പാസ്റ്ററൽ നിലവാരത്തിൽ ഒരു പാസ്റ്റർ വരുമ്പോഴേ ദൈവം തൻ്റെ ആടുകളെ ആ പാസ്റ്ററിൻ്റെ അടുത്ത് തോന്നുന്നു. ദൈവത്തിൻ്റെ ആടുകളെ ദൈവം ആൾക്കാരയക്കുമ്പോൾ അവരെ സ്നേഹിക്കുവാനും അവരെ കരുതുവാനും അവർക്ക് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് കമ്മിറ്റായി തീരാൻ പറ്റുന്ന നിലവാരത്തിലേക്ക് ഒരു മൈൻഡ് സെറ്റ്, പാസ്റ്ററൽ മൈൻഡ് സെറ്റ് വരാൻ പറ്റിയാൽ ദൈവം ആൾക്കാരെ അയക്കും. അതാ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, വരുന്ന ജനം അവർ വന്നാൽ ഇത് അവരുടെ സ്ഥലമാണെന്ന്, അവരുടെ സ്വന്തം ഫീലിംഗ് അവർക്കുണ്ടാകണം, അവരുടേതാണെന്നുള്ള ഫീലിംഗ് ഉണ്ടാകണം. അപ്പൊ വരുന്ന ആൾക്കാർക്ക് ഈ ചർച്ചിനകത്ത് അവർക്ക് അംഗീകാരമുണ്ട്, ഇത് അവരുടേതാ, അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ മിനിസ്ട്രി, അവർക്ക് ഒത്തിരി വിഷൻസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയ കാര്യം, അവരെ കൊണ്ടുവന്നിട്ട് അവരുടെ സ്കിൽസിനെ മനസ്സിലാക്കി, അവരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കി, അവരുടെ സ്ട്രെങ്ത്തും
അവരുടെ വീക്ക്നെസ്സും മനസ്സിലാക്കി അവരെ മിനിസ്ട്രി ഡെലിഗേറ്റ് ചെയ്യും. അപ്പോൾ അടുത്തൊരു ഭാഗം പറഞ്ഞാൽ ഡെലിഗേഷൻ. ഡെലിഗേഷൻ മിനിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചർച്ചിന്റെ ഗ്രോത്തിനകത്ത് ഏറ്റവും വലിയ കാര്യം ഡെലിഗേഷൻ. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം. അതായത് ഓരോ വിശ്വാസിയിലും ഒരു സ്കോപ്പ് ഉണ്ട്, പ്രോസ്പെക്ടസ് ഉണ്ട്. അതായത് ദേ ആർ നോട്ട് സിംപ്ലി ലിസണേഴ്സ് ആൻഡ് മെമ്പേഴ്സ്, അല്ലേ? അവർ ലിവിങ് സ്റ്റോൺസ് ആണ്. അബ്സല്യൂട്ട്ലി. അവര് മിനിസ്ട്രിയെ മുമ്പോട്ട് വളർത്താൻ അവരെ ഉപയോഗിക്കുവാണ് ദൈവം, അല്ലേ? അതിനുവേണ്ടി ഒരു ഫെസിലിറ്റേറ്റർ എന്ന രീതിയിൽ. അബ്സല്യൂട്ട്ലി. വണ്ടർഫുൾ വണ്ടർഫുൾ. ഇത് ഒരുപക്ഷെ ഒരു ആവറേജ് ഒരു ടിപ്പിക്കൽ ചർച്ചകൾ കാണാത്ത ഒരു അപ്രോച്ച് ആയത്. അതാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മുടെ ചർച്ചിൽ ഒരു ഡോക്ടറിനെ അയച്ചാൽ, ഒരു എഞ്ചിനീയറിനെ അയച്ചാൽ, ഒരു പൈലറ്റിനെ അയച്ചാൽ, ഒരു പ്ലംബറിനെ അയച്ചാൽ, ഒരു സൗണ്ട് ചെയ്യുന്ന ടീച്ചറിനെ അയച്ചാൽ, ഒരു നഴ്സിനെ അയച്ചാൽ, ഒരു ഫോട്ടോഗ്രാഫറിനെ അയച്ചാൽ, ഇവർക്കെല്ലാവർക്കും ദൈവസഭയ്ക്കകത്ത് ഒരു റോളുണ്ട്. അവരുടെ സ്കിൽസ്, വലിയ വലിയ കമ്പനീസ് അവരുടെ സ്കിൽസിന് വേണ്ടി കാശ് കൊടുക്കുന്നത്. ഓക്കെ, മൾട്ടി ലെവൽ ഉള്ള ബിസിനസ്സുകൾ നമ്മുടെ വിശ്വാസികളെ ഉപയോഗിച്ചിട്ട് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് അവരെ ഉപയോഗിക്കുന്നു. അവർ ബിൽഡപ്പ് ചെയ്യോ കമ്പനികൾ അവരെ എടുത്തിട്ട് ഉപയോഗിക്കുന്നു. അവരുടെ അക്കൗണ്ടിങ് സ്കിൽ, ഓക്കെ, അവരുടെ എഞ്ചിനീയറിംഗ് സ്കിൽ, അവരുടെ IT സ്കില്ലിനെ അവർ ഉപയോഗിക്കുക. എന്തും കൊണ്ട് അവർക്ക് ദൈവസഭയ്ക്കകത്ത് ഒരു റോൾ ഉണ്ട്. അത് മനസ്സിലാക്കി ചർച്ചിന്റെ ഗ്രോത്തിന് വേണ്ടി, ചർച്ചിന് IT വേണമല്ലോ, ചർച്ചിന് ഡോക്ടേഴ്സ് വേണമല്ലോ, ചർച്ചിന് നഴ്സസ് വേണമല്ലോ. അവരുടെ കോളിംഗ് ചർച്ചിനകത്ത് നമ്മൾ ഉപയോഗിക്കണം. അവർക്കൊരു ഫ്രീഡം കൊടുക്കണം. അവർക്ക് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരുക്കണം. ചർച്ച് ഒരു ഹോളിസ്റ്റിക് മിനിസ്ട്രിയാണ്. ചർച്ച് വേർഡ് മിനിസ്ട്രി മാത്രമല്ല, ചർച്ച് ഒരു ഹോളിസ്റ്റിക്, ഒരു വ്യക്തിയുടെ സമ്പൂർണമായ ഒരു വികസനത്തിന് ചർച്ചിന് റോൾ പ്ലേ ചെയ്യും. ഫിസിക്കൽ, സ്പിരിച്വൽ എല്ലാ സ്കിൽസും എല്ലാം വേണം. ചർച്ചിനകത്ത് എഡ്യൂക്കേഷൻ, ബിബ്ലിക്കൽ എഡ്യൂക്കേഷൻ മാത്രമല്ല, ഒരു ചർച്ചിൽ ഒരാളുടെ ഫൈനാൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിന് എഡ്യൂക്കേഷൻ ചർച്ച കൊടുക്കണം. ഒരാളുടെ മാനസിക നിലവാരം, മെന്റൽ ഹെൽത്തിനെ കുറിച്ച് ചർച്ച് ചിന്തിക്കണം, സംസാരിക്കണം. ഒരു ചർച്ചിനകത്ത് ഫൈനാൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതിനെക്കുറിച്ച് ചിന്തിക്കണം. എന്റർപ്രനേഴ്സ്, പുതിയ കുഞ്ഞുങ്ങൾ വരുന്നു, അവർക്ക് കരിയർ എങ്ങനെ ചോയ്സ് ചെയ്യണം, ഫെയ്ത്തിൽ ബേസ് ചെയ്ത് നമ്മുടെ ഫെയ്ത്ത് അംഗീകരിക്കുന്ന കരിയർ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം അവിടെ നടക്കാം. അപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ആൾക്കാരുണ്ട്, അവരെ കൊണ്ടുപോവാം. സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെ വെറും വേദപുസ്തകം അറിയാവുന്നത് മാത്രമല്ല, നമ്മുടെ കോളേജുകളിൽ പോയി പഠിച്ചതും സ്കൂളുകളിൽ പഠിച്ച നല്ല ടീച്ചേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഈ വേദപുസ്തകത്തിനനുസരിച്ച് അവരെ പഠിപ്പിക്കുക. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ചർച്ചിനകത്ത് ഞങ്ങളുടെ അവിടെ ഒത്തിരി പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 36 ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഞങ്ങളുടെ ചർച്ചിൽ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിനകത്തും ഇതുപോലെ സ്കിൽ. അപ്പം ഒരാൾ IT നല്ല സ്കിൽഡ് ആളിനെ ഞങ്ങൾ IT ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആക്കിയിട്ടുണ്ട്. ബൈബിൾ നോളജ് നല്ലപോലുള്ള ആൾക്കാരുണ്ട്. അവർക്ക് അവരുടെ നോളജ് എവിടെയെങ്കിലും കൊടുക്കണ്ടായോ? അപ്പൊ അവര് പാസ്റ്ററിനോട് വേദിയിൽ പ്രസംഗം ഷെയർ ചെയ്യാതെ അവർക്ക് നോളജ് കൊടുക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ കൊടുക്കുക. പല ബൈബിൾ സ്റ്റഡീസ് ഉണ്ട്, ടീച്ചേഴ്സ് സൺഡേ സ്കൂൾ ഉണ്ട്, അഡൾട്ട്സ് ബൈബിൾ സ്റ്റഡീസ് ഉണ്ട്, ഗ്രൂപ്പ് ബൈബിൾ സ്റ്റഡീസ് ഉണ്ട്. അതൊക്കെ അവർ ഉപയോഗിക്കാം. അവിടെ എല്ലാം ഈ പാസ്റ്റർ പോയി ചെയ്യണം എന്നില്ല. അപ്പോൾ നാച്ചുറലി ഇവരുടെയും ലീഡർഷിപ്പ് സ്കിൽസ് ഓട്ടോമാറ്റിക്കലി വളരുകയാണ്. അബ്സല്യൂട്ട്ലി. അവർ ലീഡേഴ്സ് ആയി മാറുകയാണ്. സോ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഒരുപക്ഷെ മേ ബി അവരുടെ വീടുകളിലും കാണാം, കുടുംബത്തിലും, അല്ലെ അവരുടെ ഈവൻ അവരുടെ പ്രൊഫഷണൽ സൈഡിലും ഒക്കെ അവർക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ ആ ഒരു ലീഡർഷിപ്പ് സ്കില്ലിലേക്ക് കൊണ്ടുവന്നാൽ അവരുടെ ദൈവം വിളിച്ച വിളിക്കുള്ള ലക്ഷ്യം അവർക്ക് മനസ്സിലാവും. സോ നമ്മൾ ഇതും കൂടെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കാര്യം, അവർക്കൊരു വിളിയുണ്ടെന്നും ആ വിളിയിൽ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ കോളിംഗ് അവർക്ക് ചെയ്യാൻ പറ്റാനുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്, പ്ലാറ്റ്ഫോം ഒരു ചർച്ച അവർക്ക് കൊടുക്കുന്നു. അവർ ആ ചർച്ച വിട്ടു ഒരിക്കലും പോകത്തില്ല. ഓക്കെ, പാസ്റ്റർ പറഞ്ഞു വന്ന കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വണ്ടർഫുൾ ആയിട്ട്, വളരെ എനിക്കൊരു എക്സൈറ്റിംഗ് ആയിട്ട് തോന്നുന്നു. അപ്പോൾ ഒരു പക്ഷേങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഒരു കേരളത്തിലെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഞങ്ങൾ പ്രത്യേകിച്ചും നമ്മളെ കുട്ടികളുടെ യുവജനങ്ങളുടെ ഇടയിൽ ഒരു മിനിസ്ട്രി ആയതുകൊണ്ട് മിക്ക ചർച്ചകളിലും യുവജനങ്ങൾക്ക് റോളില്ല, പ്രത്യേകിച്ച് റോളില്ല. സോ അവർ സ്പെക്ടേറ്റേഴ്സ് ആയിട്ട് വരുന്നു. ഈവൻ അവർ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു ചെറിയ ചെറിയ സില്ലി കാര്യങ്ങളിൽ. സോ അവർക്കൊന്ന് ഓപ്പൺ അപ്പ് ആകാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ അതിന്റെ കാരണമായിട്ട് തന്നെ ഈ കുട്ടികൾ ചർച്ചിൽ നിന്നും പതുക്കെ അവരുടെ എബിലിറ്റീസ്, അവരുടെ ടാലൻസ് ഉപയോഗിക്കാൻ കഴിയുന്ന ഈവൻ മറ്റ് ചർച്ചുകളിലേക്കും മേഖലകളിലേക്കും ഒക്കെ അവർ പോകുന്നുണ്ട്. അത് നല്ലതോ ചീത്തയോ എന്നുള്ളതല്ല. സോ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ
ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ഒക്കെ അവർക്ക് അവസരങ്ങൾ നൽകപ്പെടുന്നത് കൊണ്ട് അത് ചർച്ചിന്റെ ഗ്രോത്തിനെ എല്ലാ രീതിയിലും ബാധിക്കുന്നുണ്ട്. നല്ലതായിട്ട് യുവതലമുറ കയറി വരുമ്പോൾ ചർച്ചിന്റെ നമ്മുടെയൊക്കെ ഇപ്പം ഇന്ത്യൻ കൾച്ചർ അനുസരിച്ച് നമ്മുടെ ചർച്ചിന്റെ ട്രെൻഡ്സ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ചർച്ചിന്റെ ഒരു രീതിയുണ്ട്, ഒരു യൂണിഫോമിറ്റി, ടിപ്പിക്കൽ പാറ്റേൺ. അപ്പൊ ചിന്തിക്കണം, ഈ യൂണിഫോമിറ്റി എവിടുന്നാ കിട്ടിയത്? നമുക്ക് ഒരു 100 വർഷം പഴക്കമുള്ള നമ്മുടെ ലീഡേഴ്സ് ഉണ്ടായിരുന്നു. അവർ തന്ന ഒരു യൂണിഫോം പിക്ചർ ഉണ്ട്, ഒരു രീതിയുണ്ട്, അതാ ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ കുഞ്ഞുങ്ങൾ, അപ്പൊ 100 വർഷം പഴക്കമുള്ള സിലബസ് അല്ല ഇന്നത്തെ സിലബസ്. സ്കൂളിൽ കോളേജിന്റെ സിലബസ് മാറിയിട്ടുണ്ട്. നമ്മുടെ സിലബസ് മാറ്റണ്ട, ഞാൻ സിലബസ് മാറ്റാനല്ല പറഞ്ഞത്, പക്ഷേ അപ്രോച്ചും മെത്തേഡ്സ് നമുക്ക് മാറ്റണം. നമ്മുടെ ഒരു ചർച്ചിൽ കുഞ്ഞുങ്ങൾക്ക്, യുവതലമുറയ്ക്ക് അപ്പീലാകുന്ന നിലവാരത്തിൽ ചർച്ചുകളുടെ മിനിസ്ട്രീസിന് അപ്രോച്ച് മാറ്റണം. നമ്മൾ ഡോക്ട്രിൻ മാറ്റുന്നില്ല, വേർഡ് ഓഫ് ഗോഡ് മാറ്റുന്നില്ല, പ്രസംഗങ്ങൾ ഒട്ടും മാറ്റണ്ട. പക്ഷെ there are ways to change. നമ്മുടെ കുഞ്ഞുങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു മ്യൂസിക് ഉണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, രാത്രി പ്രസംഗം തുടങ്ങിയാൽ 4 മണി വെളുപ്പിനെ വരെ പ്രസംഗം നടക്കുന്ന സമയം ഉണ്ടായിരുന്നു. അറ്റൻഷൻ സ്പാൻ അന്ന് ഉണ്ടായിരുന്നു. ഇന്നത്തെ കുഞ്ഞുങ്ങളുടെ അറ്റൻഷൻ സ്പാൻ അതല്ല, വളരെ കുറച്ച് അറ്റൻഷൻ സ്പാനേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ, യുവതലമുറയെ അത് മനസ്സിലാക്കി ഒന്ന് ഉപയോഗിക്കുക. സെക്കൻഡ്, അവർക്ക് ചർച്ചകളിൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. ചിലപ്പോൾ അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അവർ തെറ്റുകൾ കാണിക്കുമായിരിക്കും. തെറ്റുകൾ കാണിക്കുമ്പോൾ അവരെ പബ്ലിക്ലി അവരെ സ്കോൾഡ് ചെയ്യാതെ പ്രൈവറ്റ്ലി കൂടെ അവരെ ഡിസൈപ്പിൾഷിപ്പ് ചെയ്യുക. അവർ നമ്മളെപ്പോലെ എല്ലാവർക്കും ചിന്തിക്കുന്നത്, അവർ ചിന്തിക്കുന്നത്, പക്ഷേ അവരുടെ ചിന്താഗതി വളരെ ക്രിയേറ്റീവാണ്, നമ്മളെക്കാട്ടിലും ബെറ്റർ ആയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, ഒരു കുഞ്ഞിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഡിസിപ്ലിനറി ആക്ഷൻ കൊണ്ട് അവർ ഈ ചർച്ച് വിട്ടിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് അവരെ ഒരിക്കലും കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിനേക്കാളും നല്ലത് നിങ്ങൾ അവരെ ചർച്ചിൽ നിൽക്കാൻ അനുവദിക്കുക, അവരെ ക്ഷമയോടെ അവരെ ഡിസിപ്ലിൻ ചെയ്യുക, ക്ഷമയോടെ അവരെ മനസ്സിലാക്കുക. അവര് ചർച്ചിൽ അവരെ അംഗീകരിക്കുന്നു, അവരെ തെറ്റുകളെ അവരെ തിരുത്തുന്നു, അവർക്ക് സ്നേഹം കിട്ടുന്നു. ഗ്രേസ് കൊടുത്താൽ കുറച്ചു നാൾക്ക് ശേഷം അവര് എക്സലന്റ് ആയി മാറും, അവർ നമ്മളെ ലീഡർഷിപ്പ് പൊസിഷനിലേക്ക് വരും. അപ്പം ഇന്ന് പല ചർച്ചകൾക്കും കുഞ്ഞുങ്ങളില്ലാത്തതും യുവതലമുറ ഇല്ലാത്തതിനും ഫ്യൂച്ചർ ഇല്ല. കാരണം നമ്മൾ പ്രാർത്ഥന ഇന്നും നമ്മുടെ അപ്പച്ചന്മാര് അമ്മച്ചിമാരെയും കൊണ്ട് അവർക്ക് മനസ്സിലാകുന്ന നിലവാരത്തിൽ അവർ എൻജോയ് ചെയ്യുന്ന നിലവാരത്തിലുള്ള പാട്ടുകൾ, അവർ എൻജോയ് ചെയ്യുന്ന നിലവാരത്തിലുള്ള പ്രസംഗങ്ങൾ, അവർ എൻജോയ് ചെയ്യുന്ന നിലവാരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസാണ് ചെയ്യുന്നത്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. നമ്മുടെ പാസ്റ്റർമാർ ഇനി ട്രെയിൻ ആകണം. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന പാസ്റ്റർമാർ, ഇപ്പോൾ യുവ തലമുറയിൽ ഇറങ്ങുന്ന പാസ്റ്റർമാർക്ക് അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, അവർക്ക് സെക്കുലർ എഡ്യൂക്കേഷൻ ഉണ്ട്, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളുടെ ട്രെൻഡ് അവർക്കറിയാം. ആ കുഞ്ഞുങ്ങളെ എൻഗേജ് ചെയ്ത് അവരുടെ ഭാഷയിൽ അവർക്ക് മനസ്സിലാകുന്ന നിലവാരത്തിലുള്ള മെസ്സേജുകൾ അവർക്ക് അവസരം കൊടുത്തിട്ട് അവരെയും കൂടി പഠിപ്പിച്ച് അങ്ങനെ ചെയ്യുവാണെങ്കിൽ, ഇപ്പം മ്യൂസിക്കിലായിക്കോട്ടെ, അവർ പാടട്ടെ, അവർ മ്യൂസിക് വായിക്കട്ടെ. പാടുവാൻ ഇന്നും പല ചർച്ചകളിലും 60+ ഉള്ള ആൾക്കാരെ ഇന്നും പാട്ട് പാടുന്നത്. കോയർ നോക്കുമ്പോൾ നിരയുള്ള ആൾക്കാര് പാട്ട് പാടുന്നത്. അവരെ ഞാൻ വിമർശിക്കുമല്ല, അവർ ചെയ്യട്ടെ. പക്ഷെ യുവതലമുറ ഉണ്ടെങ്കിൽ മാറിക്കൊടുക്കുക, അവസരം കൊടുക്കുക, അവർക്ക് മാറിക്കൊടുക്കുക, അവർക്ക് അവസരം കൊടുക്കുക, അവർ കയറി വരട്ടെ, അവരെ കുറച്ചുനാൾ ട്രെയിൻ ചെയ്യുക, അവരെ കൊണ്ടുപോവാ. അങ്ങനെ കൈമാറേണ്ടിയ സമയം വന്നു. അങ്ങനെ അവസരങ്ങൾ ചർച്ചകൾ ജനറേറ്റ് ആകുവാണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ വിട്ടുപോകുകയില്ല. പാസ്റ്ററെ, 1-2 ചോദ്യങ്ങളൂടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ടെക്നോളജിയുടെ ഒരു അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം പാസ്റ്റർ യു ആർ മൂവിങ് ലിറ്റിൽ എഹെഡ് ഓഫ് ടെക്നോളജി. കാരണം അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, അതിൻ്റെ ഒരു സ്കോപ്പ് എന്താണ്, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, നമ്മൾ എത്രത്തോളം അതിനെ നമുക്ക് ടൈം ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും, ടെക്നോളജിയുടെ ഉപയോഗം റിയലി ഈസ് ഇറ്റ് വർത്ത്, നമ്മുടെ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ അതൊരു നല്ല റോളാണോ? കാൽവറി ചർച്ചിന്റെ എങ്ങനെ നിങ്ങളുടെ സിസ്റ്റം എങ്ങനെയാണ്? അതുകൂടെ ഒന്ന് ചുരുക്കി ഒന്ന് പറയാം. ഈ വേൾഡ് അഡ്വാൻസ്മെന്റ് അനുസരിച്ച് ടെക്നോളജി അഡ്വാൻസ്മെന്റ് ആയിട്ടുണ്ട്. ദൈവകൃപയാൽ എനിക്ക് ചെറിയ പ്രായം മുതൽ തന്നെ ഇന്നോവേഷനോട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയ പ്രായം മുതലേ ഞാൻ ടെക്നോളജിയുമായിട്ട് വളരെ ബന്ധപ്പെട്ട ഒരാളായിരുന്നു. കമ്പ്യൂട്ടർ ഒന്നും ഞാൻ അങ്ങനെ, ഞങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ ഇല്ലായിരുന്നു. ഖാത്തേഗാവിൽ പോയി സ്കൂൾ ആരംഭിച്ച സമയത്ത് ആ കമ്പ്യൂട്ടറൊക്കെ ഇറങ്ങി വരുന്നത്. ആ സമയം മുതലേ കമ്പ്യൂട്ടർ പഠിക്കണം അതിലേക്ക്. അപ്പോൾ എല്ലാം സെൽഫ് സ്റ്റഡി ആയിരുന്നു, മെയിൻലി സെൽഫ് സ്റ്റഡി ആയിരുന്നു. അഡ്വാൻസ്മെന്റ്
മിനിസ്ട്രിയിൽ എനിക്ക് ഉണ്ടായ ഒരു ബ്ലെസ്സിങ്, കാലം മാറുന്നതനുസരിച്ച് അഡ്വാൻസ് ടെക്നോളജി ഞാനും അഡ്വാൻസ് ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ ആ ടെക്നോളജിയിൽ മിനിസ്ട്രി എന്തു ചെയ്യാം? കോവിഡിന്റെ കാലഘട്ടത്തിൽ ആ മിക്കവാറുള്ള ചർച്ചകളൊക്കെ സൂമും ഈ ലൈവും തുടങ്ങിയത്. പക്ഷേ ഞങ്ങൾ വളരെ മുമ്പേ ലൈവ് തുടങ്ങിയായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ഫേസ്ബുക്ക് ലൈവ് ചെയ്യുമായിരുന്നു, ഫേസ്ബുക്കിലെ കാൽവറി മൂവ്മെന്റ്സ് ഇടുമായിരുന്നു, നമ്മുടെ ഇടയിലുള്ള സഹോദരന്മാർ അത് ചെയ്യുമായിരുന്നു. പിന്നെ ചർച്ചയിൽ ഞങ്ങൾ ലൈവ് ചെയ്യുമായിരുന്നു. കോവിഡ് വന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ അഡ്വാൻസ് ടെക്നോളജിയുമായിട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ടെക്നോളജി വർദ്ധിച്ചതുകൊണ്ടും സോഷ്യൽ മീഡിയ ട്രെൻഡിങ്ങിൽ സ്റ്റാർട്ടായപ്പോൾ പഴയ കാലഘട്ടത്തിലുള്ള ഗോസ്പലൈസേഷനകത്തൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. കവല പ്രസംഗങ്ങൾ ഇന്നുമുണ്ട്, നല്ല കാര്യം. പക്ഷെ കവല പ്രസംഗങ്ങൾ, ആ കവലയിലുള്ള കുറച്ച് പേരെ അതിനെക്കാട്ടിലും കൂടുതലായിട്ട് മീഡിയ ട്രെൻഡ്സ് സ്റ്റാർട്ടായി. അപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ള പ്രസംഗങ്ങൾ, സോഷ്യൽ മീഡിയയിലുള്ള നമ്മുടെ പ്രസൻസ്, യൂട്യൂബുകളിൽ കൂടി ആയിക്കോട്ടെ, അത് വീഡിയോ ത്രൂ ആയിക്കോട്ടെ, TV ചാനൽ ത്രൂ ആയിക്കോട്ടെ, അതിലേക്ക് പോകുവാൻ വേണ്ടി നമ്മൾ അഡ്വാൻസ്മെന്റ് ആയി. അങ്ങനെ വരുമ്പോൾ ചർച്ചിൽ ഞങ്ങൾ ലൈവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ഗുണം, നമ്മുടെ ചർച്ച് ഒരു പ്രസൻസ് ഉണ്ടെന്ന് മറ്റുള്ള സ്റ്റേറ്റിൽ ആൾക്കാർക്ക് മനസ്സിലായി, മറ്റ് രാജ്യങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ പലരും ഫേസ്ബുക്ക് ഇപ്പോഴാണ് വന്നത്. ഇതിന് മുമ്പിൽ വന്ന ഒത്തിരി വേറെ സോഷ്യൽ മീഡിയാസ് ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുട്ടിന്റെ കാലഘട്ടം മുതൽ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പൊ ഓർക്കുട്ട് തുടങ്ങിയ കാലഘട്ടം മുതൽ ഞാൻ സോഷ്യൽ മീഡിയ, അപ്പൊ അന്ന് മുതലേ നമ്മൾ ഈ സ്റ്റാറ്റസ് ഇടുന്നുണ്ടായിരുന്നു. അന്ന് മുതലേ നമ്മൾ ഇതിന്റെ ഡെവലപ്മെന്റും അതിന്റെ ഫേസിനോടൊപ്പം തന്നെ ഞാൻ പോയി. അപ്പൊ അത് ദൈവം കൃപയാൽ എനിക്ക് അത് പറ്റി. എല്ലാ പാസ്റ്റർമാർക്കും അത് പറ്റണമെന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ പുതിയ പാസ്റ്റർമാർ നമ്മുടെ എഡ്യൂക്കേഷൻ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകണം. എല്ലാ പാസ്റ്റർമാർക്കും മനസ്സിലാക്കണം, നമ്മൾ ബൈബിൾ സ്കൂളിൽ ഇറങ്ങിയിട്ട് 20 വർഷമായി കാണും, 30 വർഷമായി കാണും. 30 വർഷം മുമ്പിലത്തെ ആ തിയോളജിയും നമ്മുടെ അന്നത്തെ അപ്രോച്ച് ഇന്ന് ആപ്ലിക്കബിൾ അല്ല. തിയോളജി ഒത്തിരി അഡ്വാൻസ് ആയിട്ടുണ്ട്, വേദപുസ്തകം മാറിയിട്ടില്ല, തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഒത്തിരി അഡ്വാൻസ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിന്ന് ഒത്തിരി റിസോഴ്സസ് ഉണ്ട്. നമുക്ക് ഏർലി ചർച്ചസിന്റെ റിസോഴ്സസ് ഉണ്ട്, ഒത്തിരി ബുക്സ് ഉണ്ട്. അപ്പം പാസ്റ്റേഴ്സ് അഡ്വാൻസ് ആകണം. വായനാശീലമുള്ള ദേവദാസന്മാർക്ക് സെർമൺസിന് കുറവില്ല, വായനാശീലമുള്ള ദേവദാസന്മാർക്ക് ബൈബിൾ സ്റ്റഡിക്ക് കുറവില്ല. അതുപോലെ തന്നെ ടെക്നോളജി വർദ്ധിക്കുന്നു. അപ്പോൾ നമ്മൾ സെക്യുലറായിട്ടും നമ്മളെ അഡ്വാൻസ് ചെയ്യുക. ഈ ലോകം അഡ്വാൻസ് ആകുന്നത് പോലെ നമ്മുടെ എഡ്യൂക്കേഷൻ അഡ്വാൻസ് ആയില്ലെങ്കിൽ നാം ഒത്തിരി ബാക്കിലായി പോകും. ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആകും എന്ന് പറയുന്നത് പോലെ തന്നെ വായനയുമായി ബന്ധപ്പെട്ട പാസ്റ്റർ ഒരു നല്ലൊരു എഴുത്തുകാരൻ കൂടിയാണ്. പാസ്റ്റർ ബുക്ക് തന്നെ എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴെന്തെങ്കിലും എഴുത്ത്, പ്രസന്റ്ലി ആർ യു റൈറ്റിംഗ് സംതിങ്? പാസ്റ്ററുടെ കഴിഞ്ഞ എഴുത്തുകളും പുസ്തകങ്ങളെ പറ്റിയും അപ്പോൾ തന്നെ വായന മരിക്കുന്നു എന്നൊരു ഇതുണ്ട്. ഈസ് ഇറ്റ് റിയൽ? പുതിയ ജനറേഷൻ വായിക്കുന്നുണ്ടോ? പാസ്റ്ററുടെ ഒരു ഒബ്സർവേഷൻ എന്താണ് വായനയെ പറ്റിയും പുസ്തകത്തെ പറ്റിയും? ഞാൻ എന്നെ വലിയൊരു ഓഥറായിട്ട് ഞാൻ കാണാറില്ല. കാരണം ഞാൻ 2 ബുക്സ് എഴുതിയിട്ടുള്ളൂ. ഒരു ബുക്ക് നേരത്തെ എഴുതിയത് വാക്കിംഗ് ഇൻ സ്പിരിച്വൽ റെലം, അതാണ് എൻ്റെ ആദ്യത്തെ ബുക്ക്. രണ്ടാമത്തെ ബുക്ക് ദ പാനോറമിക് വ്യൂ ഓഫ് ദ ബൈബിൾ, ഇതൊരു അക്കാഡമിക്. അപ്പം ഞാനും ബൈബിൾ ക്ലാസ് എടുക്കുന്നു, പഠിപ്പിക്കുന്നുണ്ട് കോളേജുകളിൽ. അങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിൽ തോന്നിയ ഒരു സംഭവമായിരുന്നു ഈ പാനോറമിക് വ്യൂ ഓഫ് ദ ബൈബിൾ. അങ്ങനെ 2 ബുക്ക് ഞാൻ എഴുതിയുള്ളൂ. മൂന്നാമത്തെ ഒരു ബുക്ക് ഞാൻ എഴുതുന്നുണ്ട് ഇപ്പം, ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള ബുക്ക് ഞാൻ എഴുതുന്നുണ്ട്. 100% റൈറ്റ് ഒരു കമന്റ്, അത് വായനാശീലം കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ വായനാശീലം കുറഞ്ഞു പോയതും കൊണ്ട് ബുക്സ് ഇല്ലാതാകുന്നില്ല. കാരണം ട്രെൻഡ് മാറിയത്, സ്പെഷ്യലി US ട്രെൻഡ് വായിക്കുമല്ല, ഓഡിയോ ബുക്സ്. വായനയില്ല, ഇഷ്ടംപോലെ ഓഡിയോ ബുക്സുകൾ ഇറങ്ങുന്നുണ്ട്. ആൾക്കാർ ഓഡിയോ ബുക്സ് കേൾക്കുന്നു, ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ അത് കേൾക്കുകയും ഭയങ്കരമായിട്ട്. അതുകൊണ്ട് എഴുത്തുകാര് എഴുതിയതും കൊണ്ട് അതൊന്നും വേസ്റ്റ് ആവുന്നില്ല. പക്ഷേ ഇനി നമ്മൾ അഡ്വാൻസ് ആകണം. ഇതിനെല്ലാം ഓഡിയോ ബുക്സ് ഉണ്ട്. അപ്പോൾ ഒരു ബുക്ക് ഇറക്കി കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബുക്ക് കുറവ് മതി. പക്ഷെ ആ എഴുത്ത് ഓഡിയോ ആക്കി മാറ്റുവാണെങ്കിൽ അത് പലർക്കും അത് പ്രിന്റിംഗ് കുറച്ചു അതിന്റെ ഡിജിറ്റൽ മീഡിയയിലേക്ക് അതിനെ. കാരണം ഇപ്പോൾ ഇനിയോ ഡിജിറ്റൽ മീഡിയ, ആൾക്കാർക്ക് അവർക്ക് ബുക്ക് വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ബുക്ക് വായിക്കുന്ന ആ വായനാശീലം മാറിയിട്ടുണ്ട്. സോ ഹാബിറ്റ് ഓഫ് റീഡിങ് ബുക്സ് ഹാവ് ഓൾറെഡി ഗോൺ. ആ ഒരു തലമുറ മാറിപ്പോയി. ഇനി ഒരു തലമുറ എല്ലാം അഡ്വാൻസ്. സെക്കൻഡ് തിങ്,
പണ്ടത്തെ പോലെ വോളിയൂംസ് ബുക്ക് ഇപ്പൊ ആരും വായിക്കത്തില്ല. ദേ ഓൾ നീഡ് എ നട്ട്ഷൽ. റീൽസിന്റെ സ്ഥലമല്ലേ, അപ്പൊ അവരുടെ അറ്റൻഷൻ സ്പാൻ അത്രേ ഉള്ളൂ. ആ അറ്റൻഷൻ കൺസൈസ് ആയിട്ട് നമ്മൾ പ്രസംഗിക്കുന്ന വേദികൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. പണ്ടത്തെ ഇപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ പ്രസംഗം കൊണ്ട് യുവതലമുറ ഒന്നും അത് കേൾക്കുന്നില്ല. അവർ നമ്മുടെ മുമ്പിൽ ഇരുന്ന് തരുന്നേ ഉള്ളൂ, നമ്മുടെ റെസ്പെക്റ്റോടെ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അത് എത്രയും കൺസൈസ് ആക്കാൻ പറ്റും, ചെറിയ രീതിയിലാക്കാൻ പറ്റും. ഞാൻ പോലും പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഇപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പോലും ആ ലെവലിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ മെസ്സേജുകളൊക്കെ നമ്മൾ നോക്കിക്കോ, ഒരു 30 മിനിറ്റ്സ് 45 മിനിറ്റ്സിന്റെ മാക്സിമം മെസ്സേജ് ആയിരിക്കും. അതും വളരെ കണ്ടന്റോട് അവർക്ക് പോയിന്റ് നമ്പർ 1, 2, 3 എന്നുള്ള ക്ലിയർ ആയിട്ട് പറയും. പിന്നെ അടുത്ത കാര്യം, നമ്മൾ എഴുതുന്ന ബുക്ക് ഈ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടും. ഈ കാലഘട്ടത്തിലെ വായനക്കാർക്ക് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ഉള്ള ഫാക്ടറായിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കും. നമ്മൾ അതിനകത്ത് ഒരു രീതിയിലും മായം ചേർക്കേണ്ട ആവശ്യമില്ല. അത് എക്സാക്ട്ലി ആ ഒരു റീഡേഴ്സിന്റെ ഒരു നീഡ് മനസ്സിലാക്കിക്കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ. അതുകൊണ്ട് പുസ്തക എഴുത്തുകളൊന്നും കുറഞ്ഞിട്ടില്ല. ഇഷ്ടംപോലെ പുസ്തകം എഴുതപ്പെടുന്നുണ്ട്. പക്ഷേ ആ പുസ്തകത്തിന് ട്രെൻഡുകൾ മാറിയിട്ടുണ്ട്. അത് കൂടുതലും ഓഡിയോ ബുക്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ കളക്ഷൻ ആയിട്ട് കുറച്ച് വെക്കുന്നതേ ഉള്ളൂ. അത്രയ്ക്കും നമ്മൾ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ, ഒരു നോൺ റൈറ്റർ ആണെങ്കിൽ മേ ബി കളക്ഷന് വേണ്ടി ഒരു ബുക്ക് എഴുതും. ഏത് വ്യക്തി ബുക്ക് വായിച്ചാൽ, ഞാൻ പോലും, എനിക്ക് ഒത്തിരി ബുക്സ് ഉണ്ട്. ഞാൻ പോലും ബുക്സ് വായിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ബുക്സ് കേൾക്കുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ എൻ്റെ കളക്ഷനകത്ത് എൻ്റെ പേപ്പർ കവറുള്ള ബുക്സ് കുറവാണ്, പക്ഷേ ഇലക്ട്രോണിക് ബുക്സ് ഏറ്റവും കൂടുതലും. പാസ്റ്റർ, ഒരു പേഴ്സണൽ ചോദ്യമാണ് എങ്കിലും, പാസ്റ്റർ ഈസ് എ വൂണ്ടഡ് ഹീലർ എന്നാണ് പറയുന്നത്. സോ പാസ്റ്ററുടെ 30 വർഷത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഡു യു ഹാവ് എനി റിഗ്രറ്റ്സ്? അതായത് കുറച്ചുകൂടെ അത് നന്നാക്കാമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടെ, അതെല്ലാവർക്കും അനുഭവം ഉണ്ടല്ലോ, മേ ബി അത് പ്രേക്ഷകർക്ക് അത് പ്രയോജനപ്പെടും, ഇത് വേറൊരു രീതിയിൽ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ലായിരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു റിഗ്രറ്റ് പറയാനായിട്ട്, ഷെയർ ചെയ്യാനായിട്ടുണ്ടോ ഇൻ യുവർ എക്സ്പീരിയൻസ്, മിനിസ്ട്രി എക്സ്പീരിയൻസിൽ? മിനിസ്ട്രി വൈസ് റിഗ്രറ്റ് ഇല്ല, പക്ഷെ ഒത്തിരി കാര്യത്തിൽ എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഇന്നുള്ള അറിവ്, എനിക്കുള്ള അറിവ് ഒരു 20 ഇയേഴ്സ് ബാക്ക് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ ഉള്ള മിനിസ്ട്രിയെ ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. ഒന്ന്, എനിക്ക് ഇന്നുണ്ടായ അറിവ് പാരന്റിംഗിൽ, എനിക്കുണ്ടാകുന്ന അറിവ്, ഞാൻ ഇന്ന് ചർച്ചിൽ ചൈൽഡ് എഡ്യൂക്കേഷൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബാപ്റ്റിസം കുഞ്ഞിന് വേണ്ടി പഠിപ്പിക്കുമ്പോൾ, പാരന്റിങ്ങിന് വേണ്ടി ഞാൻ കൊടുക്കുന്ന ക്ലാസ്സുകൾ, ഇന്ന് എനിക്കറിയാവുന്ന അറിവ് ഒരു 20 ഇയേഴ്സ് ബാക്ക് ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതി കുറച്ചുകൂടെ ഞാൻ ബെറ്ററാക്കി വളർത്താമായിരുന്നു. ഓക്കെ, എനിക്കിന്ന് ഉള്ള വിസ്ഡം, എൻ്റെ ഫാമിലി വിസ്ഡം എനിക്കിന്നുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഫാമിലി ലൈഫിൽ ഇച്ചിരൂട് കൂടി വാല്യൂ എനിക്ക് കൂട്ടാമായിരുന്നു. ഇന്ന് എനിക്കുണ്ടാകുന്ന പാസ്റ്ററൽ വിസ്ഡം, ഇൻസൈറ്റ്സ് ഒരു 20 ഇയേഴ്സ് ബാക്ക്, 25, 30 ഇയേഴ്സ് ബാക്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി വേറെ ഒരു ലെവലിൽ, വേറെ രീതിയിൽ ഇതെല്ലാം നമ്മൾ അക്യൂർ ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് പഠിപ്പിക്കുമ്പോൾ എല്ലാ പ്രസംഗത്തും ഞാൻ പറയാറുണ്ട്, ഐ റിഗ്രറ്റ്, എനിക്ക് അന്ന് പറഞ്ഞു തരാൻ ഇത് ആരും ഇല്ലായിരുന്നു. ഇന്ന് ഞാനത് തുറന്നു പറയാം. എൻ്റെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്കുണ്ടായ പാസ്റ്റേഴ്സ് നല്ല ദിവസന്മാരാണ്, പക്ഷെ അവരുടെ എഡ്യൂക്കേഷൻ അവർക്ക് പരിമിതി ഉണ്ടായിരുന്നു. അവരോടൊരു ചോദ്യം ചോദിക്കാൻ പറ്റത്തില്ല. ചോദ്യം ചോദിച്ചാൽ അതിന്റെ റൈറ്റ് ആൻസർ അല്ല അവർ പറയുന്നത്. മിണ്ടായിരിക്കും, ഒഫൻഡഡ് ആവും. പറഞ്ഞൊക്കെ കേട്ടാ മതി, ആ തലത്തിലാണ്. നമ്മുടെ ലീഡേഴ്സിനോട് നമുക്കൊരു ചോദ്യം ചോദിക്കത്തില്ല, അവരൊക്കെ നമ്മളെ അങ്ങ് അടിച്ചമർത്തുക ആവശ്യം. ലീഡർഷിപ്പിലും നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യം എന്തുവാ, ഒരു ലീഡർഷിപ്പ് സ്കിൽ നമ്മൾ പഠിച്ചിട്ടില്ല. ലീഡർഷിപ്പ് സ്കിൽ. പക്ഷെ ഇന്ന് ഞാൻ എൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് അവിടെ ഇരിക്കുന്ന ഒത്തിരി ദേവദാസന്മാർക്ക് ലീഡർഷിപ്പ് സ്കില്ലാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ മിനിസ്ട്രി വളരണം, എങ്ങനെ ലീഡർഷിപ്പ് സ്കിൽ, സെൽഫ് ഡെവലപ്മെന്റ്. അപ്പൊ പല പ്രാവശ്യവും നമ്മുടെ ഉള്ള സീനിയേഴ്സ്, അല്ലെങ്കിൽ നമ്മളെക്കാട്ടിലും അധികം അറിവുള്ള ആൾക്കാര് അവിടെ നമ്മളെ ലീഡർഷിപ്പ് സ്കില്ലൊന്നും പഠിച്ചിട്ടില്ല. കൂടുതലും പൊളിറ്റിക്കൽ സ്കിൽസാണ് പഠിച്ചത്. കൂടുതലും പൊളിറ്റിക്കൽ സ്കില്ല്, എങ്ങനെ ഒരാളുടെ ഇൻഫോർമേഷൻ എടുക്കാൻ പറ്റും, എങ്ങനെ ഒരാളുടെ ഇൻഫോർമേഷൻ കൊടുക്കാൻ പറ്റും, നമ്മൾ പഠിച്ച അതൊക്കെയാണ്. പിന്നെ വേദപുസ്തകത്തെ രീതിയിലും ഒരു ഡോക്ട്രിനൽ ഒരു ഡെവലപ്മെന്റിനെ കുറിച്ച് പഠിച്ചില്ല. അപ്പൊ ഒരു കറക്ഷൻ ആ തലത്തിലല്ല. നമ്മളെ കറക്ഷനൊക്കെ എന്തുവായിരുന്നു കറക്ഷൻ? എൻ്റെ കാലഘട്ടം, എൻ്റെ ആ ചെറുപ്പ കാലഘട്ടത്തിൽ, എൻ്റെ പാസ്റ്ററൽ കാലഘട്ടത്തിൽ എൻ്റെ കറക്ഷൻ, ഷർട്ട് എന്തിട്ടു, കണ്ണാടി എങ്ങനെ, മീശ എന്തുകൊണ്ട് പഠിച്ചില്ല, എക്സ്റ്റേണൽ സംഭവങ്ങളാണ്. ഇങ്ങനെയാണോ ഇരിക്കുന്നത്, ഇങ്ങനെയാണോ കിടക്കുന്നത്,
ഇങ്ങനെയാണെന്നോ പറയുന്നത്. ഇതല്ലാതെ ഒരു ബിബ്ലിക്കൽ ഇമ്പാർട്ടേഷൻ, ഒരു റെവലേഷൻ ഇമ്പാർട്ടേഷൻ, ഒരു റെവലേഷൻ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ ഇതിനകത്ത് ബൈബിൾ ബേസ്ഡ് ആയിട്ടുള്ള അങ്ങനത്തെ കാര്യം. പക്ഷെ നമ്മൾ ഇന്ന് കൊടുക്കുന്നത് അങ്ങനെയല്ല. ഇന്ന് അവരുടെ എക്സ്പീരിയൻസ് അടുത്തൊരു തലമുറയ്ക്ക് അത് വളരെ ഒത്തിരി. അപ്പം റിഗ്രറ്റ്, അങ്ങനത്തെ റിഗ്രറ്റ്സ് ഉണ്ട്. ഐ വിഷ് ഇങ്ങനത്തെ കാര്യങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചായിരുന്നെങ്കിൽ, കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണം, പാരന്റിങ് സ്കിൽസ് ആരെങ്കിലും പറഞ്ഞു തന്നായിരുന്നെങ്കിൽ, ലീഡർഷിപ്പ് സ്കിൽ ആരെങ്കിലും പറഞ്ഞു തന്നായിരുന്നെങ്കിൽ അതായിരുന്നു. അപ്പം നമ്മൾ ആ തലത്തിലുള്ള ഡെവലപ്മെന്റ് ഗ്രോത്ത് ആ കാലഘട്ടത്തിലായിരുന്നു. പക്ഷെ ഇന്നത്തെ പുതിയ തലമുറ മിനിസ്ട്രി വരുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഈ കാര്യങ്ങളാണ്, ഈ മറ്റുള്ള കാര്യങ്ങളെക്കാട്ടും ഈ കാര്യങ്ങളാണ് കൂടുതൽ അവർക്ക് കൊടുക്കുന്നത്. ഫസ്റ്റ് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയിലും പ്രത്യേകിച്ച് അവിടെ ഒരു ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഒരു പാസ്റ്റർ എന്ന രീതിയിലും, അല്ലാതെ തന്നെ പാസ്റ്റർ ബിസി സ്കെഡ്യൂളിനിടയ്ക്ക് പാസ്റ്റർ ഒത്തിരി ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയോടുള്ള ഒരു പാഷനും കമ്മിറ്റ്മെന്റും പാസ്റ്റർ പല രീതിയിൽ ഉണ്ട്, ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. അപ്പം ഇപ്പോഴും പ്രസന്റ് സിനാരിയോയിൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയെ പറ്റിയുള്ള പാസ്റ്ററുടെ ഒരു ഇവാലുവേഷൻ, നമ്മുടെ എന്തെങ്കിലും അപ്രോച്ചിന് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ, ഈസ് ദ ചർച്ച് ട്രൂലി ഗ്രോയിങ്, പെർസിക്യൂഷനിലൂടെ വളരുന്നുണ്ടോ എന്നുള്ളതും, അപ്പോൾ തന്നെ അവസാനമായിട്ട് പാസ്റ്ററുടെ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ് ചർച്ചുമായി ബന്ധപ്പെട്ട മിനിസ്ട്രി, ഇതോടെ പാസ്റ്റർ ഷെയർ ചെയ്തത്. ബേസിക്കലി ഞാൻ വളരെ കണക്റ്റാണ് നോർത്ത് ഇന്ത്യയിൽ. ഞാൻ നോർത്ത് ഇന്ത്യ വിട്ടുപോയെങ്കിലും നോർത്ത് ഇന്ത്യ എന്നെ വിട്ടുപോയിട്ടില്ല. ഞാൻ വിട്ടുപോയെങ്കിലും ഞാൻ ഇവിടെ വരാറുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി മിനിസ്ട്രീസിൽ എൻ്റെ കൂടുതൽ താല്പര്യം. കാരണം മലയാളം എനിക്ക് അത്രയും സ്ഫുടതയോടെ പറയാനോ എടുക്കാനോ ഒന്നും പറ്റാത്തത് കൊണ്ട് ഹിന്ദിയിലോട്ടാണ് കൂടുതലും കോൺസെൻട്രേഷൻ. നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിയിലുള്ള പെർസിക്യൂഷൻ പണ്ടും ഉണ്ടായിരുന്നു. ഞാൻ പറയുന്ന കാര്യം, ഒരു 22 years ബാക്ക് അല്ലെങ്കിൽ ഒരു 27 years ബാക്ക് ഞാൻ ഖാത്തേഗാവിലെ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, 27 years ബാക്ക് ഞാൻ ഖാത്തേഗാവിലെ മിനിസ്ട്രി സ്റ്റാർട്ട് ചെയ്തത്. അന്ന് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അന്ന് എന്നെ പോലീസ് വളഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അവിടുത്തെ ലോക്കൽ ആൾക്കാർ ഞങ്ങളുടെ സ്കൂൾ വളഞ്ഞിട്ടുണ്ട്, കത്തിക്കാൻ വന്നിട്ടുണ്ട്, കെറോസിനും കൊണ്ട് വന്നിട്ട് കത്തിക്കാൻ വേണ്ടി വന്നവരുണ്ട്. ആ സമയത്തൊന്നും ആരും അറിഞ്ഞിട്ടില്ല, ഒരു ഓർഗനൈസേഷനും അത് അറിഞ്ഞിട്ടില്ല. എൻ്റെ ഭാര്യ അറിഞ്ഞിട്ടുണ്ട്, അന്നത്തെ ടീച്ചേഴ്സ് അറിഞ്ഞിട്ടുണ്ട്, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഒരു സമയത്ത് ഞാൻ ബോംബെയിൽ മിനിസ്ട്രിക്ക് പോയപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട് ബിനിയും 2 കുഞ്ഞുങ്ങളും തന്നിച്ചിരുന്നപ്പോൾ ആ വീടിന് 4 ചുറ്റും ഒരു 200-300 ആൾക്കാരെ ചുറ്റി കത്തിക്കാൻ വന്ന ആൾക്കാരുണ്ട്. ഇത് 27 years ബാക്കിന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ പെർസിക്യൂഷൻ അന്നും ഉണ്ടായിരുന്നു, അന്ന് ആരും അറിഞ്ഞിട്ടില്ല. ഞങ്ങളത് ആരോടും പറഞ്ഞിട്ടില്ല, ഒരു വേദിയിലും ഞങ്ങൾ പറഞ്ഞിട്ടുമില്ല, അന്ന് അറിഞ്ഞിട്ടില്ല. എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഖാത്തേഗാവില് എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അന്ന് സ്കൂൾ നടത്തുന്നത് കൊണ്ട് പേരൻസിനകത്ത് കുറെ ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാരുണ്ടായിരുന്നു. അവർ വന്ന് എന്നെ അതിനകത്തുനിന്ന് പുറത്തിറക്കി. അപ്പോൾ ഒരു പ്രാവശ്യം ആൾക്കാർ മൊത്തം സ്കൂൾ കത്തിക്കാൻ വേണ്ടി, ഞങ്ങളുടെ സ്കൂളിൻ്റെ അന്ന് ഹോസ്റ്റൽ ആൾക്കാരുണ്ട്, കത്തിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം പെർസിക്യൂഷൻ അന്നുകൊണ്ടായിരുന്നു. ഇത് എന്റെ അനുഭവം. ഇതുപോലത്തെ എത്ര ദിവസം മീഡിയ ഇല്ല, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, കവറിങ്സ് ഇല്ല, ക്യാമറ ഇല്ല, ഒന്നുമില്ല. കഷ്ടങ്ങൾ അന്നും ഉണ്ടായിരുന്നു, പീഡനങ്ങൾ അന്നും ഉണ്ടായിരുന്നു, ഇന്നും പീഡനങ്ങളുണ്ട്. സത്യസഭയ്ക്ക് എന്നും പീഡനങ്ങളുണ്ട്. സത്യസഭയ്ക്ക് ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് എത്ര വർഷമാണ് ചരിത്രത്തിൽ? 300 years. ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിൽ 300 years റോമൻ എംപയറിന്റെ ഇടയിൽ എത്രയോ വിശുദ്ധന്മാർ ബ്രൂട്ടൽ രീതിയിൽ കൊല ചെയ്യപ്പെട്ടു. ഓക്കെ, അവ വൈൽഡ് ആനിമൽസിന് വേണ്ടി കൊടുക്കുന്നു, ടോർച്ചായിട്ട് ഉപയോഗിക്കുന്നു, ക്രൂശിൽ തറയ്ക്കുന്നു, എണ്ണയിലിടുന്നു. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ പറയാറുണ്ടേ, ചർച്ച് വാസ് ബോൺ ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. Church grew in the blood of martyrs, and church will always flourish in the blood of believers. ചർച്ചിനകത്തുനിന്ന് ബ്ലഡ് മാറ്റിക്കഴിഞ്ഞാൽ ചർച്ച് ഒരു സമാജമായി മാറും, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറും. ഇന്ന് പലതും ഇൻസ്റ്റിറ്റ്യൂഷനായി മാറിയിട്ടുണ്ട്. ചർച്ച് ബ്ലഡ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ബോൺ ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് വിൽ ഗ്രോ ഇൻ ദ ബ്ലഡ് ഓഫ് മാർട്ടിയേഴ്സ്. അപ്പോൾ ചർച്ച് എല്ലാ കാലഘട്ടത്തിലും. ഇന്ന് സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നമ്മളെല്ലാം അറിയുന്നു, ഇതിനെക്കുറിച്ച് എല്ലാവരും അറിയുന്നു. പണ്ടും ഇത് ഉണ്ടായിരുന്നു, ആരും അറിഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നു, സ്കൂൾ സ്റ്റാർട്ട് ആക്കിയപ്പോൾ ഒരു RSS കാരൻ എന്നെ വന്ന് കണ്ടപ്പോൾ എൻ്റെ കോളർ പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് പിടിച്ചു നിർത്തിയിട്ട് 2 അടിയും അടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ നീ കൺവേർട്ട് ചെയ്ത് പോയിക്കില്ലെന്ന്.
ഞാൻ പോയ കാത്തേക്കാവ് ക്രിസ്ത്യൻസ് ഉള്ള ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അന്ന് എൻ്റെ ആ കൂടെ നിൽക്കുന്ന എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അതേ മാത്രം അറിഞ്ഞു. ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, അതേ മാത്രം അറിഞ്ഞുള്ളൂ. അവരുടെ മക്കളെ പിന്നെ ഞങ്ങൾ പഠിപ്പിച്ചത് വേറെ സത്യം. പക്ഷേ ഞാൻ പറഞ്ഞ അറിയാം, അന്നും ഇന്നും ഇതുണ്ടായിരുന്നു. പക്ഷെ ഇത് ലോകം അറിഞ്ഞിട്ടില്ല. ഇന്നാ ലോകം അറിയുന്നത്. അപ്പോൾ പേഴ്സിക്യൂഷൻ കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സിക്യൂഷൻ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. മീഡിയ വന്നതുകൊണ്ട് കൂടി. ഇനിയും അടുത്തൊരു കാര്യമാ ചോദ്യമാ, ചർച്ച വളരുന്നുണ്ടോ? ചർച്ച് 100% വളർന്നു. The more persecution comes in, the church grows more. ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ അധികമായി അവർ അമർത്തി, അവരെ അധികം പെർസിക്യൂട്ട് ചെയ്തു. ആൻഡ് ദേ ബിക്കെയിം മോർ പവർഫുൾ. ഈ വേയിൽ ചർച്ച് പവർ. ചർച്ച് എന്ന് പറയുന്ന ബിൽഡിംഗ് അല്ലല്ലോ. ചർച്ച് പറയുന്ന ഒരു പ്രസ്ഥാനമൊന്നും അല്ല. ചർച്ച് നമ്മളാ ചർച്ച്. ഞാനും നിങ്ങളും ആ ചർച്ച് അല്ലേ? അപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ചർച്ചുകൾ നന്നായി വളരുന്നുണ്ട്. ബിൽഡിങ്ങുകൾ കാണത്തില്ല, ഭയങ്കരമായിട്ട് വളരും. പിന്നെ നമ്മളെ രീതികൾ മാറണം. പണ്ടത്തെ പോലെ ട്രാക്ക് ഡിസ്ട്രിബ്യൂഷൻ പറ്റത്തില്ല, കവല പ്രസംഗങ്ങൾ പറ്റത്തില്ല. പണ്ട് നാടകം കൊണ്ട് നമ്മൾ ചെയ്യുമായിരുന്നു, പറ്റത്തില്ല. മ്യൂസിക് കോൺസെർട്ട് ചെയ്യുമായിരുന്നു, പറ്റത്തില്ല. കൺവെൻഷനുകൾ ഇനിയും പറ്റത്തില്ല. കൺവെൻഷനുകളൊക്കെ തീർന്നു, അതേസമയം കഴിഞ്ഞു. ഇനിയും പറ്റുന്ന രീതി, യെസ് ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുക. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വളരെ ചിന്തിച്ചിട്ട് ഉപയോഗിക്കണം. നിങ്ങൾ അതിൻ്റെ വൈസായിട്ട് ഉപയോഗിക്കുക. ആ സോഷ്യൽ മീഡിയക്കകത്തൊന്നും നിങ്ങൾ നമ്പേഴ്സോ നിങ്ങളുടെ സക്സസ്സോ വിക്ടറിയോ ഒന്നും കാണിക്കാനല്ല, ക്രിസ്തുവിന്റെ വചനം പ്രസംഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു തലത്തിൽ മിനിസ്ട്രി നമ്മൾ അപ്രോച്ച് മാറ്റേണ്ട സമയം കഴിഞ്ഞു. ഓക്കെ, നെയ്ബറിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി മാറിയിട്ടുണ്ട്. പണ്ട് ഏത് വീട്ടിലും നിങ്ങൾ കൊട്ടി കയറാൻ വേണം, ഇപ്പം കയറാൻ പറ്റത്തില്ല. അപ്പോൾ അപ്രോച്ചുകൾ മാറണം കാലത്തിനനുസരിച്ചുള്ള. നിങ്ങൾക്ക് ഫോൺ ഉണ്ടല്ലോ, നിങ്ങൾക്ക് മൊബൈൽ ഉണ്ടല്ലോ, ഇന്റർനെറ്റ് ഉണ്ടല്ലോ, നമുക്ക് സൂം സെഷൻസ് ഉണ്ടല്ലോ, ആരും അറിയാതെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് വൈസായിട്ട്. ഞാൻ ഈ മീഡിയയിൽ അത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വൈസായിട്ട് ചെയ്യാൻ പറ്റുന്ന അപ്രോച്ചുകൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മളെ എതിർക്കുന്ന ഒരു കൂട്ടം ഉണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സത്യം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സമൂഹം ഉണ്ട്. ആ സമൂഹത്തെ അപ്രോച്ച് ചെയ്യാനുള്ള യൂസേജ് വൈസായിട്ട് ഉപയോഗിക്കുന്ന, ഇപ്പോൾ നമ്മൾ അതിനു വേണ്ടിയുള്ള ക്യാമ്പുകൾ ചെയ്യാറുണ്ട്, അതിനുവേണ്ടി എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലല്ല എഡ്യൂക്കേറ്റ് ചെയ്യുന്നത്, അതിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന ഒത്തിരി പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത് തീർച്ചയായിട്ടും നമുക്ക് സംസാരിക്കാം. അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. താങ്ക് യു മാസ്റ്റർ, വണ്ടർഫുൾ. അത് വളരെ അവസാനം പറഞ്ഞ കാര്യം വളരെ ഇതാണ്. ആ കാലത്തിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾക്ക് മെത്തേഡ്സിന് മാറ്റം വരുത്തുക. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അവസാനമായിട്ട്, ഇന്നത്തെ പ്രത്യേകിച്ച് മിനിസ്ട്രിയിലൊക്കെ ഇറങ്ങുന്ന ചെറുപ്പക്കാർക്ക്, ഒത്തിരി പേര് മൈഗ്രേഷന്റെ സമയമൊക്കെയാണ്, മിനിസ്ട്രി ചെയ്യാൻ ആളുകളില്ല എന്നുള്ള കേൾവി അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട്. എങ്കിലും ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പേരൻസിന് വേണ്ടി പാസ്റ്റർ കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് അല്ലെങ്കിൽ 1-2 ടിപ്സ് അവസാനമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും മിനിസ്ട്രി ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. പണ്ടത്തെ ഒരു കൺവെൻഷണൽ സ്റ്റൈലായിരുന്നു, സെമിനാരി പോയി പഠിക്കണം, 4 വർഷം 6 വർഷം സെമിനാരി പോയി പഠിക്കണം. ഇന്ന് എല്ലാവരെയും കൊണ്ട് അത് പറ്റത്തില്ല. എല്ലാവരെയും കൊണ്ട് 4 വർഷം 6 വർഷം സെമിനാരി പോയി പഠിക്കാൻ എല്ലാവരെയും കൊണ്ട് പറ്റത്തില്ല. സെമിനാരി പോയി പഠിക്കാൻ, പക്ഷെ സെമിനാരി പഠിക്കാൻ പറ്റും. ഞാൻ ഇന്നും ഓർക്കുന്നു, ട്രിനിറ്റി തിയോളജിക്കൽ സെമിനാരി, ഒരു ഓൺലൈൻ സെമിനാരി. ഞാൻ 20 വർഷം മുമ്പേ സ്റ്റാർട്ട് ചെയ്തത്. 20 years ബാക്ക് ഓൺലൈൻ സെമിനാരി. അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ലാത്ത സമയത്ത് ഇത് ട്രെൻഡ് മാറുന്നു എന്ന് കണ്ടപ്പോൾ തുടങ്ങിയ ഒരു സംഭവമാണ്. ആ ഒരു ട്രെൻഡ് അന്ന് ഓൺലൈൻ കോൺസെപ്റ്റേ ഇല്ലാത്ത സമയത്താണ്. ഞാൻ ഇന്നും ഓർക്കുന്നു, അത് തുടങ്ങിയപ്പോൾ എന്നെ കളിയാക്കി ഒത്തിരി പേരുണ്ട്. അന്ന് എന്നോടൊപ്പം ഉള്ള ലീഡേഴ്സ്, അന്ന് എന്നോടൊപ്പം ഉള്ള പാർട്ട്നേഴ്സ് എന്നെ കളിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ പാസ്റ്ററായി, ഇപ്പോൾ ഓൺലൈൻ പഠിപ്പീര, ഓൺലൈൻ ഡിഗ്രി എന്നൊരു പുച്ഛം ഉണ്ടായിരുന്നല്ലോ, അതുപോലെ ഒരു ഓൺലൈൻ മിനിസ്ട്രി ഒരു പുച്ഛമായിരുന്നു. പക്ഷേ കാലം തെളിയിച്ചു 20 വർഷം ശേഷം ഇന്ന് ഏത് സെമിനാരിക്കും ഓൺലൈൻ ഇല്ലാത്ത, അന്ന് ഒരു സെമിനാരിക്കും ഇല്ലാത്ത സമയത്താ ഈ ട്രിനിറ്റി തിയോളജിക്കൽ സെമിനാരി ഓൺലൈനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 20 years ബാക്കാണ്. ഇന്ന് 2000 അധികം സ്റ്റുഡൻസ് അതിനകത്തുണ്ട്. അപ്പൊ ഞാൻ പറയാൻ കാര്യം, ഈ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, നിങ്ങൾക്ക് ജോലി വിട്ട് പഠിക്കാൻ പറ്റാത്ത, നിങ്ങൾക്ക് പോയി സെമിനാരി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഓൺലൈനിൽ പഠിക്കുക. ഓൺലൈനിൽ പഠിക്കാനുള്ള ഇഷ്ടംപോലെ സെമിനാരീസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്, പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സിങ്ക് ക്ലാസ്സസ് ഉണ്ട്, എസിങ്ക് ക്ലാസ്സസ് ഉണ്ട്. സിങ്ക് ക്ലാസ് എന്ന് പറയുമ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുന്നത് സിങ്ക്. എസിങ്ക് ഞങ്ങൾ ക്ലാസ്
ചെയ്തിട്ട് വീഡിയോ ചെയ്യും. നിങ്ങൾ ഏത് സമയത്തും ആ വീഡിയോ കാണാൻ പറ്റും. അത് എസിങ്ക് എന്ന് പറയും. അങ്ങനെ സിങ്ക്രോണസ് ക്ലാസ് ഉണ്ട്, എസിങ്ക്രോണസ് ക്ലാസ് ഉണ്ട്. ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഉണ്ട്. ദൈവവചനം പഠിക്കുക. പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഏത് ചർച്ച നിൽക്കുന്നു ആ പാസ്റ്ററിന്റെ അണ്ടറിൽ ഇന്റേൺഷിപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 2 എക്സ്പീരിയൻസ്. നിങ്ങൾ സെമിനാരിൽ പോയി പഠിക്കുന്ന ഒരു എക്സ്പീരിയൻസ്, അത് നിങ്ങൾ ഓൺലൈൻ പഠിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ദേവദാസനെ നിങ്ങൾ കോൺഫിഡൻസിൽ എടുക്കുക. ആ ദേവദാസന്റെ അണ്ടറിൽ ട്രെയിനിങ് എടുക്കുക. നിങ്ങൾ പഠിക്കുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിനിങ് ഇന്റേൺഷിപ്പിൽ ആ ദേവദാസൻ കൊടുക്കും. ആ ദേവദാസനെ നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെടുക. ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ബന്ധപ്പെടുത്തിയാൽ ഞങ്ങൾ അവരോട് പറയും എന്തുവാ ചെയ്യേണ്ടത്, അവസരങ്ങൾ എങ്ങനെ കൊടുക്കണം. ആ ദേവദാസനോട് കമ്പീറ്റ് ചെയ്യാനല്ല, അതിനെ അണ്ടറിലെ ഡിസൈപ്പിൾഷിപ്പ്. അങ്ങനെ ഒരു 5 വർഷം 6 വർഷം ആ ദേവദാസന്റെ അണ്ടറിലെ ഡിസൈപ്പിൾഷിപ്പ് ചെയ്ത് ഈ പഠനം കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ലൊരു ദേവദാസനായി മാറും. നിങ്ങൾക്ക് ദൈവം ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഇറങ്ങാൻ പറയുന്നുണ്ടോ? ഇറങ്ങിക്കോ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ടിപ്പ്, തീർച്ചയായിട്ടും പഠിക്കണം. പഠിത്തമില്ലാതെ മിനിസ്ട്രിയിൽ ഇറങ്ങല്ലേ എന്ന് ഞാൻ പറയും. നിങ്ങൾ 2 പ്രസംഗം പ്രസംഗിച്ചതും കൊണ്ട് ഒരു മിനിസ്റ്റർ ആകത്തില്ല. ഒരു 10 പ്രസംഗം കാണാപ്പാഠം പഠിച്ചതും കൊണ്ട് ഒരു സീസൺ വരെ ഓടത്തുള്ളൂ. അതിന് കരഞ്ഞ് ഓടാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾക്ക് ഒരു തിയോളജിക്കൽ എഡ്യൂക്കേഷൻ വേണം, ഒരു ഫൗണ്ടേഷൻ വേണം, ഒരു വേദപുസ്തകം ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ടൂൾസ് വേണം. അതൊക്കെ ഹെർമനൂട്ടിക്സ് പഠിക്കണം, ഹോമിലിറ്റിക്സ് പഠിക്കണം, ന്യൂ ടെസ്റ്റ്മെന്റ്, ഓൾഡ് ടെസ്റ്റ്മെന്റ്, അറ്റ്ലീസ്റ്റ് ചർച്ച് ഹിസ്റ്ററി പഠിച്ചിരിക്കണം. ചർച്ച് ഹിസ്റ്ററി എങ്ങനെ, ആ ചർച്ചസിന്റെ ഹിസ്റ്ററീസ്, ചർച്ച് ഫാദേഴ്സ് ആരായിരുന്നു, ഇതിനെക്കുറിച്ചുള്ള നോളജ് ഇല്ലാതെ നമ്മൾ തെറ്റിപ്പോകും. അപ്പോൾ ചർച്ചിന്റെ ശരിയായ ഡോക്ട്രിൻസ് പഠിക്കണമെങ്കിൽ ഹെർമനൂട്ടിക്സ് പഠിക്കണം. എങ്ങനെ പ്രസന്റ് ചെയ്യണം, ഹോമിലിറ്റിക്സ് പഠിക്കണം. എന്താ പ്രസംഗിക്കേണ്ടത്, ന്യൂ ടെസ്റ്റ്മെന്റ് പഠിക്കണം, ഓൾഡ് ടെസ്റ്റ്മെന്റ് പഠിക്കണം. അപ്പോക്രിഫൽ ബുക്സിനെ കുറിച്ച് അറിവുണ്ടാകണം. എന്തുകൊണ്ട് അപ്പോക്രിഫൽ ബുക്സ് നമ്മൾ എടുക്കുന്നില്ല എന്ന അറിവുണ്ടാകണം. നമ്മുടെ അപ്പോസ്റ്റോലിക് ടീച്ചിങ്സ് എന്തുമായിരുന്നു, അതിനെക്കുറിച്ചുള്ള പഠനം ഉണ്ടാകുന്നു. ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിന്റെ പ്രാക്ടീസസ് എന്തുമായിരുന്നു, അതിനെക്കുറിച്ച് പഠനം വേദപുസ്തകത്തിലെല്ലാം ഇല്ല. അപ്പൊ ആ കാലത്തിലുള്ള വേറെ പുസ്തകങ്ങളുണ്ട്, ഡൈഡാക് ഉണ്ട്, അപ്പോസ്റ്റോലിക് റൈറ്റിംഗ്സ് ഉണ്ട്, ചർച്ച് ഫാദേഴ്സിന്റെ റൈറ്റിംഗ്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. കൗൺസിൽസ് പഠിക്കണം, എല്ലാ കൗൺസിൽസും പഠിക്കണം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്കൊരു ബേസിക് ഫൗണ്ടേഷൻ കിട്ടും. ഇതില്ലാതെ ഇന്നത്തെ നമ്മൾ കാണുന്നുണ്ടല്ലോ മിറക്കിൾ മിനിസ്ട്രി, ട്രിക്ക് മിനിസ്ട്രി, ഡ്രാമ മിനിസ്ട്രി, ഇത് നടക്കുന്ന കാര്യം അപ്പോസ്റ്റോലിക് ടീച്ചിങ് അവർക്ക് അറിയത്തില്ല. ഏർലി ചർച്ച് എങ്ങനെ ചെയ്തു അവർ അറിഞ്ഞില്ല. ഇപ്പോൾ അവർ എന്തും കണ്ടാൽ അതൊരു മിനിസ്ട്രി ആയിട്ട് എടുക്കുക. ലാഫിംഗ് മിനിസ്ട്രി ഉണ്ട്, ക്രൈം മിനിസ്ട്രി ഉണ്ട്, വോമിറ്റിംഗ് മിനിസ്ട്രി ഉണ്ട്, ഗോൾഡ് ഡസ്റ്റ് മിനിസ്ട്രി ഉണ്ട്, സിൽവർ ഡസ്റ്റ് മിനിസ്ട്രി ഉണ്ട്, ഏഞ്ചലിക് വിസിറ്റേഷൻ മിനിസ്ട്രി ഉണ്ട്. ഈ മിനിസ്ട്രി എങ്ങനെ വന്നു? ഇവർക്ക് ഈ മിനിസ്ട്രിക്ക് എന്തെങ്കിലും ഒരു ആധികാരികമുണ്ടോ? ഏർലി ചർച്ച് മിനിസ്ട്രി ഇത് ചെയ്തിട്ടുണ്ടോ? ഏർലി അപ്പോസ്റ്റൽസ് നടന്നിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ വേദപുസ്തകത്തിലൊരു വാക്യം എടുത്തു വരും, കർത്താവ് ചെയ്യുന്നതിനേക്കാളും അപ്പുറമായി നമ്മൾ ചെയ്യും. ഈ വാക്യം ഏത് ആസ്പെക്റ്റിലാണ് പറഞ്ഞത്? അതിന്റെ കോണ്ടെക്സ്റ്റ് ഇതായിരുന്നു, ഇതൊന്നും അല്ല അതിന്റെ കോണ്ടെക്സ്റ്റ്. അതിനോട് വേറെ ഒരു സെഷൻ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, ഇന്നത്തെ മിനിസ്ട്രി ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒരു കാര്യം, ഫസ്റ്റ് സെഞ്ചുറി ചർച്ചുമായിട്ട് ഇവർക്കൊരു ബന്ധമില്ലാത്തതുകൊണ്ടാണ്. ഫസ്റ്റ് സെഞ്ചുറി ചർച്ചിന് റീഡിങ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോസ്റ്റോലിക് ചർച്ച് ഫാദേഴ്സിന്റെ റീഡിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കാര്യത്തിൽ പോകത്തില്ല. ആ റീഡിങ്സ് മനസ്സിലാക്കണം. ഏത് ഫൗണ്ടേഷനും കർത്താവായ യേശു ക്രിസ്തു ചെയ്തതും കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതും ശിഷ്യന്മാർ ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്തതും ഫസ്റ്റ് സെഞ്ചുറി ചർച്ച് ചെയ്യുകയും ഏർലി ചർച്ച് ഫാദേഴ്സ് ചെയ്തിട്ടുണ്ടോ, അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ഈ 4 കാര്യം ചെയ്യാത്ത ഒരു കാര്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ബ്ലെസ്സിംഗ് ആണ്. ഇന്ന് നമ്മളോടൊപ്പം കടന്നു വന്ന് എക്സൽ മീഡിയ TV-യിൽ നമ്മളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യുകയും തൻ്റെ വളരെ ദീർഘവർഷങ്ങളിലെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വിലമതിക്കാനാകാത്ത അനുഭവങ്ങളിലൂടെ നമ്മളെ ചലഞ്ച് ചെയ്യുകയും ചെയ്ത കർത്താവിൻ്റെ ദാസൻ പ്രിയ ഡോക്ടർ ഷിബു തോമസ് സാർ അവറുകളോട് ഞങ്ങൾ എക്സൽ മിനിസ്ട്രീസിന്റെ പേരിൽ നന്ദി പറയുന്നു. ഷെയർ ചെയ്ത കാര്യങ്ങൾ നിശ്ചയമായിട്ടും പുതിയ തലമുറയ്ക്ക്, പുതിയ ഇന്നത്തെ ചർച്ച് ലീഡേഴ്സിന്, ഈ പ്രത്യേക പ്രോഗ്രാം വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ചർച്ചിന്റെ പ്ലാന്റിങ്ങിനും ഗ്രോത്തിനും ഒക്കെ ആയിട്ട് അത് വളരെ പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഇറ്റ് വാസ് എ നൈസ് ആൻഡ് ബ്ലെസ്ഡ് മീറ്റിംഗ് വിത്ത് യു. ഗോഡ് ബി വിത്ത് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.